തന്തേ തള്ളാൻ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മ കൊടുക്കാത്ത നീ അത് കഴിയുമ്പോൾ കമന്ന് കിടക്കുക, അമ്മച്ചിയെ തരത്തില്ല. എന്നതിന്? എടാ, ജീവിച്ചിരിക്കുമ്പോൾ ചെന്നൊരു ഉമ്മ കൊടുക്കണ്ടേ? ഉമ്മ കൊടുക്കുമ്പോൾ തള്ളക്കറിയാം മോനാ തന്നെന്ന്. പഠിക്കുമ്പോൾ പോലെ കിടക്കും. നമ്മുടെ കാവാലത്തെ ജോയ് പാസ്റ്റർ ഉണ്ടല്ലോ, ഒഫീഷ്യലി പേര് ഞാനങ്ങ് മറന്നുപോയി, ജോയ് തോമസ്. ഞങ്ങളൊരു ഒരു സഭയിലെ മെമ്പർമാർ. അപ്പോൾ ജോയ് തോമസിൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം മോനാച്ചൻ വിവാഹം കഴിച്ചേക്കുന്ന നമ്മുടെ പെരിങ്ങന ചാക്കോച്ചൻ്റെ പെങ്ങളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ഒരു ബോംബെ സെറ്റിലായി. അപ്പം മോനാച്ചനെ നല്ല മനുഷ്യനാണ്. അപ്പം ഈ പുസ്തകക്രമം പറഞ്ഞപ്പം മോനാച്ചൻ പറഞ്ഞു 1 യോഹന്നാൻ 2 യോഹന്നാൻ 3 യോഹന്നാൻ 4 യോഹന്നാൻ 5 യോഹന്നാൻ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി അങ്ങ് സന്തോഷത്തോടെ പറഞ്ഞതാണ്. അപ്പം പറഞ്ഞു വന്നത് യോഹന്നാൻ്റെ 3 ലേഖനം. ഞങ്ങൾക്ക് ഒരു കൊടകൊത്തി വാവച്ചനുണ്ടായിരുന്നു, വെളിയനായിട്ട് കുന്നുപറമ്പിൽ അവിടെ കൂടെ ആരാധിക്കുന്ന. അപ്പം അച്ചായൻ നന്നായിട്ട് പാട്ടുമൊക്കെ പാടും, ഒരു പ്രത്യേക രീതിയിലാണ് പാടുന്നത്. അപ്പോൾ ഒരിക്കൽ സാക്ഷ്യത്തിന് പാട്ട് പാടിയപ്പം പുള്ളിയുടെ ശൈലിയാണ്, ക്ഷമിക്കണേ പാട്ടുകാർ. അപ്പോൾ പുള്ളി പാടുക, നിര 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 നിരയായി അണിനിരം പുള്ളി പ്രത്യേകം. അപ്പം യോഗം കഴിഞ്ഞപ്പോൾ വാവച്ച അത്രയും നിരയില്ലല്ലോ, നിക്കട്ടുന്ന നിരനിരയായിട്ട് കർത്താവിന് വേണ്ടിയല്ലോ നിരനിരയായിട്ട് നിക്കട്ടെന്ന് പറഞ്ഞതുപോലെ 1, 2, 3, 4 എന്ന് എണ്ണരുത്. യോഹന്നാൻ്റെ 3 ലേഖനം. 1 ഒരു സുവിശേഷ പുസ്തകം, യോഹന്നാൻ്റെ സുവിശേഷം. 2, 3 ലേഖനങ്ങൾ. 3 ഒടുവിലത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം. അങ്ങനെ 3 ലേഖനവും വെളിപ്പാട് പുസ്തകവും സുവിശേഷ പുസ്തകവും കൂടെ ചേർത്ത് 5 പുസ്തകം പുതിയ നിയമത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി. ഞാൻ ഇടയ്ക്ക് കയറി പറയാം, ഈ അപ്പോസ്തലന്മാർ ഇതൊക്കെ എഴുതിയതിന് ഉദ്ദേശമുണ്ട്. യോഹന്നാൻ സുവിശേഷ പുസ്തകം എഴുതിയതിന് ഉദ്ദേശമുണ്ട്. എന്തുവാ ഉദ്ദേശം? മോളെ ഒരു വാക്യം വായിച്ച യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യമായത്. അറിവുള്ള വാക്യമാണ്, എന്നാലും ഒന്ന് വായിച്ചോ. കാരണം ഈ പറയുന്നതൊക്കെ ഇതിനകത്തുള്ള കാര്യമാണെന്ന് അറിയണ്ടായോ. അതിന് മോടെ പേരെന്തുവാ? ഫേബ. മോടെ പേരോ? ശ്യാമിനി. ആയിക്കോട്ടെ, നന്നായിട്ട് പാടുന്നുണ്ട് ശ്യാമിനി. മോള് വായിര്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. കർത്താവ് അത്ഭുതം അടയാളം ചെയ്തത് പാത്തും പതുങ്ങിയല്ല, എല്ലാരും കാണുക ചെയ്തു. വിളിച്ച് അകത്ത് കൊണ്ടുപോയി സൗഖ്യമായി വിടുതൽ വിക്ടറി അങ്ങനൊന്നും അല്ല. ഇന്ന് പാസ്റ്റർ ഇരിക്കുന്ന ഓഫീസിൽ കയറി ചെല്ലണം, ഓരോരുത്തർ ഏത് പാസ്റ്ററാണെന്നൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആട്ടെ, യേശു എല്ലാവരും കാണുകയാ ചെയ്തു. വായിച്ച മോളെ. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും. ഇവിടെ നിൽക്കുന്നവരെല്ലാം, ഓൺലൈനിലുള്ളവരല്ല, എന്നെ കേൾക്കുന്നവരല്ല, അല്ല, ഈ ഭൂലോകത്തുള്ള സകല മനുഷ്യനും സകല മാനവജാതിയും വിശ്വസിക്കണം. യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും. വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ അതിലെ അങ്ങ് പോകുകയല്ല, അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും, നിത്യജീവൻ ഉണ്ടാകാനും ഇത് എഴുതിയിരിക്കുന്നു. അതിനാ എഴുതി. അല്ലാതെ ഒരു പണിയില്ല എന്നാ കുറെ പുസ്തകം എഴുതിയേക്കാന്നും പറഞ്ഞ് എഴുതിയതല്ല. ഈ 21 അധ്യായം എഴുതിയത് യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് സകലരും വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ വിശ്വാസത്താൽ നിത്യജീവൻ ഉണ്ടാകണം. സ്തോത്രം. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്ക് യേശു ക്രൂശിലേറി. നിത്യജീവൻ നൽകിടുവാൻ നിൻ പേർക്ക് യേശു ക്രൂശിലേറി. അനുതാപത്തിൻ ഇടിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ, അനുതാപത്തിൻ ഇടിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ
കരുണയുള്ള യേശുനാഥൻ ക്ഷമയാരുളും നിശ്ചയമായി. കരുണയുള്ള യേശുനാഥൻ ക്ഷമയാരുളും നിശ്ചയമായി. അപ്പൊ ഇന്ന് രാത്രി സകല ആൾക്കാർക്കും നിത്യജീവൻ ഉണ്ടാകണം. അതിനാ നിങ്ങൾ ഇവിടെ എങ്ങാനും ഇരിക്കും, കൂടെ കൂടെ ചാടി കയറി വരണ്ടായോ? അതാ നല്ലത്. അങ്ങോട്ട് ഉരുണ്ട് വീടരുത്, ഇങ്ങോട്ട് കയറ്റി വിടുക സാറ്. കണ്ട കുഞ്ഞാറാച്ചൻ യോഗം നടത്തിയപ്പം സാഹിബ് മറിഞ്ഞു വീണതുപോലെ ബാസ് ഓർക്കുന്നുണ്ടായിരിക്കും. അതാണ്. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക, എന്തിനാണ് ഈ പുസ്തകം എഴുതിയത്, സുവിശേഷം എഴുതിയത് എന്തിനാ? ഒന്നുകൂടെ വായിച്ചോ. പേബയല്ലേ? കെസിയ പേബ. നല്ല പേരാ. വായിരു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാര് കാണുക ചെയ്തു. അടുത്തത്, എന്നാൽ യേശു ദൈവപുത്രനായ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും സകല ആൾക്കാരും വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും നിത്യജീവൻ ഉണ്ടാകാനായി ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ എഴുത്തിന് ഉദ്ദേശമുണ്ട്. ഈ യോഗം നടത്തുന്നതിന്റെ മുമ്പ് ഉദ്ദേശമുണ്ട്. സ്തോത്രം. ഇവിടെ നമ്മൾ വന്നതിന്റെ മുമ്പിൽ ഉദ്ദേശമുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയോടെ വന്നിരിക്കുന്നത് ഒരു പണിയില്ലാഞ്ഞിട്ടല്ലേ, ബത്തപ്പാടൊക്കെ മാറ്റി വെച്ചാ വന്നിരിക്കുന്ന ഉദ്ദേശമുണ്ട്. പാട്ടുകാരെ വിളിച്ചതിന് ഉദ്ദേശമുണ്ട്. ഈ മൈക്ക് സെറ്റ് പ്രവർത്തിക്കുന്നതിന്റെ മുമ്പിൽ ഉദ്ദേശമുണ്ട്. എല്ലാത്തിനും ഉദ്ദേശമുണ്ട്. ഉദ്ദേശശുദ്ധി നന്നായിരിക്കണമെന്നേ ഉള്ളൂ. അപ്പൊ യോഹന്നാൻ ഇത് എഴുതിയത് ആമേൻ എല്ലാവർക്കും നിത്യജീവൻ ഉണ്ടാകാൻ. അപ്പോൾ ഈ സുവിശേഷം എഴുതിയത് സകല ആൾക്കാർക്കും നിത്യജീവൻ ഉണ്ടാകാൻ. ഇനി ലേഖനങ്ങൾ എഴുതിയത് എന്തിനാ? 3 ലേഖനം. മോളെ, 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. ആയിരു എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അങ്ങനെയാ ഇത് എഴുതിയത്. അപ്പൊ ലേഖനം എഴുതിയതിന്റെ ഉദ്ദേശമുണ്ട്. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇനി വെളിപ്പാട് പുസ്തകം എഴുതിയത് എന്തിനാ? അത് സഭയ്ക്കാ. 1:4. വെളിപ്പാട് 1:4. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എന്നെ നോക്കാൻ അത് വായിക്കും മോനെ. യോഹന്നാൻ ആസ്യയിലെ 7 സഭകൾക്കും എഴുതുന്നത് സഭയ്ക്ക് എഴുതുന്നതാണ്. അപ്പോൾ എഴുത്തിന് ഉദ്ദേശമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ ഉദ്ദേശത്തോടെ ഓരോ ലേഖനകർത്താക്കളും ലേഖനം എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് രാത്രി എബ്രായ ലേഖനമാണ് വായിച്ചിരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. എബ്രായ ലേഖനം പൗലോസ് എഴുതിയതല്ലെന്നൊക്കെ ശഠിക്കുന്ന വാദിക്കുന്ന ആൾക്കാരുണ്ട്. ഇടയ്ക്ക് കയറി പറയട്ടെ, മുമ്പേ ഓർപ്പിച്ച ഭാഗത്തേക്ക് കയറാം. ഈ 66 പുസ്തകം വളരെ പ്രധാനപ്പെട്ട പുസ്തകമായ എബ്രായ ലേഖനം. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിൻ്റെ രക്ഷയാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 വായിച്ചോ, 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ കാര്യമായി ഇതിലെ പ്രധാന വിഷയം. സകല മനുഷ്യനും രക്ഷപ്പെടണം. അത് കത്തോലിക്കരെന്നോ യാക്കോബയെന്നോ മാർത്തോമെന്നോ റീത്തെന്നോ ലത്തീനെന്നോ ലണ്ടനെന്നോ പെന്തിക്കോസെന്നോ ബ്രദറെന്നോ സമുദായസ്ഥരെന്നോ ഹൈന്ദവനെന്നോ മുസ്ലിം സഹോദരനെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ പാഴ്സിയെന്നോ ഒന്നും നിരീശ്വരവാദി അങ്ങനൊന്നും വകഭേദമില്ല. സകല മനുഷ്യനും രക്ഷപ്പെടണം. ഒരു വിഭാഗക്കാരൊരു സംഘടനക്കാരൊരു സഭക്കാരൊരു പ്രത്യേക വിഭാഗക്കാർ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. ദൈവത്തിന്റെ തിരികിതം സകല മനുഷ്യനും രക്ഷപ്പെടണം. അതിനായി യോഗങ്ങൾ ഇങ്ങനെ ക്രമീകരിക്കുന്നത്, രക്ഷയുടെ മാർഗമായി പറഞ്ഞു തരുന്നത്. ഇത് നിർബന്ധിക്കുകയല്ല, സമ്മർദ്ദം പറയുകയല്ല, കാര്യം പറഞ്ഞു തരിക. തീരുമാനമെടുക്കേണ്ടത് അവനവനാ. സകല മനുഷ്യർക്കും രക്ഷ. ആ രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ 5 പൈസയും മുടക്കണ്ട, കാശും മുടക്കണ്ട. സൗജന്യമായിട്ടാ. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. അപ്പോൾ ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിനകത്ത് പ്രതിപാദ്യ പുരുഷൻ നസ്രയനാകുന്ന യേശു ക്രിസ്തു.
എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അതാ ഈ പുസ്തകത്തിൻ്റെ പ്രമേയം. ഇതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതാ. അങ്ങനെയുള്ള 66 പുസ്തകം, ദൈവത്തിന് മഹത്വം. ഈ 66 പുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 27 പുസ്തകം. ആ 27 പുസ്തകത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് വേഗത്തിൽ പഠിക്കാൻ. ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്, പിന്നീട് 21 ലേഖനങ്ങളാണ്, ഒടുവിൽ വെളിപ്പാട് പുസ്തകം, ഭാവികാല സംബന്ധമായ വിഷയങ്ങൾ. ഇങ്ങനെ 3 ഭാഗമായിട്ടാണ് സാധാരണ ഒന്ന് തരംതിരിക്കുന്നത്. അതിലെ ആദ്യത്തെ 5 പുസ്തകം ചരിത്ര പുസ്തകങ്ങളാണ്. ആ ചരിത്ര പുസ്തകത്തെ 2 ആയിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യത്തെ 4 പുസ്തകം ഒരു വ്യക്തിയുടെ ചരിത്രമാണ്. അത് നമുക്കറിയാം, മറ്റാരുമല്ല, യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം. അതെന്നാ, ആ ചരിത്രം നല്ല ചരിത്രമാണ്. കേൾക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടിരിക്കാൻ കൊള്ളാവുന്ന ചരിത്രം, കേട്ടാൽ മറ്റേ അപാകതയൊന്നുമില്ലാത്ത ചരിത്രം, കേൾക്കുന്നവർക്ക് വിടുതലുണ്ടാകുന്ന ചരിത്രം. ഈ ചരിത്രം കേട്ടാൽ പാപത്തിന് മോചനമുണ്ടാകും, രോഗത്തിന് സൗഖ്യമുണ്ടാകും, ബന്ധനസ്ഥന് വിടുതൽ പ്രാപിക്കും. എൻ്റെ ശൈലി പറഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ മുടന്തര് തുള്ളിച്ചാടി ഓടും, കുരുടർക്ക് കാഴ്ച കിട്ടും, ചെകിടർക്ക് കേൾവി കിട്ടും. ദൈവത്തിന് മഹത്വം. ഊമർ സംസാരിക്കും. ഈ ചരിത്രമാണ് ഏറ്റവും നല്ല ചരിത്രം. അപാകതയില്ലാത്ത, ന്യൂനതയില്ലാത്ത, പോരായ്മയില്ലാത്ത, പാളിച്ചയില്ലാത്ത ഒരേ ഒരു ചരിത്രം നസറയനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം. എൻ്റെയും നിങ്ങളുടെയും അല്ലെ നമ്മുടെയൊക്കെ സഭകളുടെ ചരിത്രവും നമ്മുടെ ചരിത്രവും ഒന്നും അധികം മിണ്ടാതിരിക്കുന്നതാ നല്ലത്. ഇപ്പം സഭയുടെയൊക്കെ ചരിത്രം ചെല്ലി പറയുന്നുണ്ട്. ദൈവത്തെ ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. വെറുതെ പലണ കുത്തി എല്ലാം കണക്കാ. അല്ലെന്നെങ്ങാനും പറഞ്ഞാൽ ആണെന്ന് ഞാനിപ്പോൾ അടുക്കടുക്കായിട്ട് തെളിയിക്കാൻ പോവുക. ചാണ്ടിച്ചാൻ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഓരോരുത്തരുടെയും ചരിത്രം പറയണ്ട. ഓരോ സഭയും ഉണ്ടായതെങ്ങനെ, ഓരോ സഭയുടെ ആരംഭം എങ്ങനെ, ഇതെല്ലാം ചരിത്രം അറിയാവുന്നവർക്കറിയാം. പിന്നെ ഇപ്പം ആരും സത്യം പറയത്തില്ല, എല്ലാം പൊതിഞ്ഞ് പുസ്തകം എഴുതുമ്പോഴല്ലേ വിസ്താര ഭയത്താൽ വിട്ടുകളയുന്നു. വിട്ടതാ വലിയ പ്രശ്നം. വിസ്താര ഭയത്താൽ വിട്ടുകളയുന്നു. അപ്പോൾ ഇവിടുത്തെ ചരിത്രങ്ങൾക്കെല്ലാം അപാകതകളും ന്യൂനതകളുമാണ്. ചില ആൾക്കാർ ഞങ്ങളുടെ സഭയാണ് ഏറ്റവും നല്ല സഭ, ഞങ്ങളുടെ സഭയുടെ ചരിത്രമാണ് ഏറ്റവും, അറിയാവുന്നവരോട് ചോദിക്കണം വിശേഷം. നമ്മുടെ ചരിത്രവും അധികം പറയണ്ട. എൻ്റെ ചരിത്രം നിങ്ങളുടെ ചരിത്രം അധികം വിളമ്പാതിരിക്കുന്നതാ നല്ലത്. പണ്ടൊരുത്തനെ പ്രസംഗിച്ചുകൊണ്ടെന്ന് പറഞ്ഞു വലിയ ചരിത്രം പറഞ്ഞു, ഞങ്ങൾ ഇന്ന കുടുംബക്കാരാ ഇന്നതാ. അപ്പം ഞാൻ സദസ്സിലിരിപ്പുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന് പ്രായമുള്ള അവൻ്റെ ചരിത്രം, എൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം, അവൻ്റെ അമ്മയുടെ അനിയത്തി 3 പേരുടെ കൂടെ പോയതാണ്. അത് എനിക്കറിയത്തില്ല, പുള്ളിക്കറിയാം. കണ്ടോ? അപ്പം അറിയാവുന്നവർക്കറിയാം കക്ഷി ഏതാണ്. അതുകൊണ്ട് ഞാനതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ചരിത്രം ഒന്നും അധികം പറയണ്ട. അല്ല, ചരിത്ര പുസ്തകം മുഴുവൻ നിങ്ങൾ നോക്കിയാൽ നല്ല കാര്യം മാത്രമല്ലേ രേഖപ്പെടുത്തുന്നത്. കുഴച്ചിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കുറവലും ഞാട്ടുന്നൊരു അപ്പച്ചൻ വന്ന് അപ്പച്ചൻ്റെ ചരിത്രമൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്. ആ അപ്പച്ചൻ തടിയൂർ ഏരിയയിൽ വന്നു, അപ്പച്ചൻ്റെ ശാഖോപശാഖ, ഇതൊന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. എഴുതുന്നതെല്ലാം നല്ല നല്ല കാര്യമാണ് എഴുതുന്നത്. എന്നാൽ ആ കുടുംബത്തിൽ എന്തെല്ലാം പോരായ്മകളും ന്യൂനതകളും അപാകതകളുണ്ട് ആരും പറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചരിത്രം ഒന്നും അധികം വിളമ്പണ്ട. പക്ഷേ ഏറ്റവും നല്ല ചരിത്രമാണ് യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം. യാതൊരു അപാകതയില്ല, യാതൊരു പോരായ്മയില്ല. കേട്ടിരിക്കുന്നവർക്ക് വിടുതല. ഇന്ന് രാത്രി ആ ചരിത്രമായി ഇവിടെ ആമ കേട്ടുകൊണ്ടിരിക്കുന്നത് നസറയനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം. ആമൻ സ്തോത്രം. ഏറ്റവും ശ്രേഷ്ഠമേറിയ ചരിത്രം. അതാണ് 4 പുസ്തകം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശു ക്രിസ്തുവിൻ്റെ ചരിത്രമാണ്. ആ യേശു ക്രിസ്തു ആരാണ്? അവിടുന്ന് സത്യദൈവമാ, നിത്യദൈവമാ, ഏകദൈവമാ, സാക്ഷാൽ ദൈവമാ. യേശുക്രിസ്തു മാത്രമാണ് ദൈവം. അതാ യോഹന്നാൻ തെളിയിച്ചിരിക്കുന്നത്. ദൈവത്തിന് മകത്ത് എല്ലാവരുടെയും കൂടെ എടുത്തു വെക്കുന്ന ആളല്ല യേശു, അവിടുന്ന് മാത്രമാ ദൈവം. തീത്തോസ് കൊടുത്തിരിക്കുന്ന പ്രയോഗം അങ്ങനല്ലേ, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു അവിടുന്ന് മഹാദൈവമാണ്. സ്തോത്രം. എനിക്ക് തോന്നുന്നു നമ്മുടെ വിശ്വംഭരൻ അച്ചായനായി എഴുതിയൊരു പാട്ടുണ്ട്, മഹാദൈവമേ മഹാദൈവമേ മനസ്സലിഞ്ഞു കൃപ പകരൂ മഹാദൈവമേ മഹാദൈവമേ
മനസ്സലിഞ്ഞു കൃപ പകരൂ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു മഹാദൈവമാണ്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. ഇന്ന് ഒത്തിരി സ്റ്റാൻസ പാടത്തില്ല, പുട്ടിന് പേര് ചേർക്കുമ്പോൾ ഇച്ചിരി ഉള്ളു ഇന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു മഹാദൈവമാണ്. ആ യേശു ക്രിസ്തുവിന്റെ ചരിത്രമാണ് ആദ്യത്തെ 4 പുസ്തകം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. യേശു ക്രിസ്തു രാജാവാ. യേശു ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു. അവിടുന്ന് ദാസരൂപമെടുത്ത മഹത് വ്യക്തിയാ. മാത്രമല്ല, യേശു ക്രിസ്തു നിത്യസത്യ ഏക ദൈവമാണ്. അതാണ് ആദ്യത്തെ 4 പുസ്തകത്തിലെ ചരിത്രങ്ങൾ. പിന്നെ 5-ാമത്തെ പുസ്തകമാകുന്ന അപ്പോസ്തല പ്രവർത്തികളുടെ ചരിത്രം ആദിമ സഭയുടെ ചരിത്രമാണ്. ആദിമ സഭ അത് കത്തോലിക്ക സഭയുടെ ചരിത്രമല്ല, ഓർത്തഡോക്സിൻ്റെ ചരിത്രവുമല്ല, യാക്കോബായുടെ ചരിത്രവുമല്ല, പെന്തിക്കോസിൻ്റെ ചരിത്രവുമല്ല, മാർത്തോമായുടെ ചരിത്രവുമല്ല, ഇവാഞ്ചലിക്കിൻ്റെ ചരിത്രവുമല്ല. പിന്നെന്തൊക്കെയാണ് ഉള്ളത്? ലത്തീൻ്റെതുമല്ല, ലണ്ടൻ്റെതുമല്ല, പിന്നെ കൽദായ സുറിയാനിയുടേതുമല്ല, പിന്നെ വള്ളത്തെ വന്ന കക്ഷികളുണ്ട്. കനാനക്കാര് പുള്ളിൻ്റെ അവരുടെ ചരിത്രവുമല്ല. കൽദായ സുറിയാനി അവരുടെ ചരിത്രവുമല്ല. അങ്ങനെയുള്ള ഒരു സഭയുടെ ചരിത്രവുമല്ല. ഈ അപ്പോസ്തല പ്രവർത്തിക്കുന്ന പുസ്തകത്തിലെ ചരിത്രം ആദിമ സഭയുടെ ചരിത്രമാണ്. ആ സഭ ഏതാന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. ആ രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തിയിൽ പുസ്തകത്തിൽ കൊടുത്തിരിക്കുക. അല്ല, ഇന്ന് കാണുന്ന ഒരു സഭയുടെയും ചരിത്രമല്ല. ആരും വീരസ്യമൊന്നും പറയരുത്. ഇത് ഓർത്തഡോക്സ് ഇന്ത്യ, നീ വെടരത്തരം വിളിച്ച് പറയരുത്. ഇത് റോമൻ റോമോ അല്ല, രോമോ അല്ല, ഇതിൻ്റെ ഒന്നും ചരിത്രമല്ല. ഇത് വെന്തിക്കോസിൻ്റെ, അതുപോലും ശരിക്കും പറയാൻ ചിലർക്ക് അറിയാമല്ലേ, വെന്തിക്കോസ്. ഇത് വെന്തിക്കോസിൻ്റെ അല്ല, വേഗാത്ത കോസിൻ്റെ അല്ല. ബ്രദറോ സിസ്റ്ററോ അതിൻ്റെ ഒന്നും ചരിത്രമല്ല ഈ പറഞ്ഞേക്കുന്നത്. സ്തോത്രം. ഇത് ആദിമ സഭ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ ചരിത്രമാണ്. അതാണ് അപ്പോസ്തല പ്രവർത്തി കൊടുത്തിരിക്കുന്ന ചരിത്ര പുസ്തകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെയുള്ള ആ സഭയുടെ ചരിത്രം, ഈ സഭയ്ക്ക് ഈടുറ്റ ലേഖനങ്ങൾ ദൈവാത്മ നിയോഗത്താൽ അഭിഷിക്തന്മാരെഴുതി. ദൈവം അവരെ കൊണ്ട് എഴുതിപ്പിച്ചു. അതിൽ ഓർപ്പിച്ചല്ലോ, കൂടുതൽ ലേഖനം എഴുതിയത് ദൈവത്തിൻ്റെ ദാസനായ പൗലോസ. ഏതാണ്ട് ഇപ്പം വായിച്ച എബ്രായ ലേഖനം കൂടെ ചേർത്ത് 14 പരം ലേഖനം പൗലോസ് എഴുതി. പൗലോസിൻ്റെ ലേഖനമെല്ലാം വളരെ ഈടുറ്റ ലേഖനമാണ്. സാധാരണക്കാർക്ക് അത് ഗ്രഹിക്കാനും വായിക്കാനും വളരെ ബുദ്ധിമുട്ടാണ്. പത്രോസ് പറയുന്നുണ്ടല്ലോ, ഒന്ന് വായിച്ചോ മോളെ, പത്രോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15 ഒന്ന് വായിച്ചു തരും. ഈ വേദപുസ്തകം കൂടെ വായിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ചില ആൾക്കാർ എന്നെപ്പറ്റി പല കാര്യം പറയുന്നതിൽ ഒരു കാര്യം, അയാൾ വായി വരുന്നതെല്ലാം പറയുമെന്ന്. അപ്പോൾ ഈ വായി വരുന്നത് എന്തുവാണെന്നാണ് ഈ വായിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ, അതിനായി വായിപ്പിക്കുന്നത്. അല്ലേ, ഇത് കാണാതെ വേണേ ചില കാര്യമൊക്കെ പറയാം. പക്ഷേ ഈ വായിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വായി വരുന്നത് ഇതൊക്കെയാണെന്ന് അറിയിക്കാനായി വായിപ്പിക്കുന്നത്. വായിക്കും മോളെ, പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവെഴുത്ത്. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പത്രോസ് പൗലോസിനെ സംബോധന ചെയ്യുക ഡോക്ടർ റവറന്റ് എന്നൊന്നുമല്ല. ഇന്ന് ചിലരെയൊക്കെ അങ്ങോട്ട് സംബോധന ചെയ്യുന്ന കേട്ടാൽ പുള്ളി തന്നെ ആണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോവുക. ഇത്രയേറെ ഇവിടെ ഒറ്റ വാക്കില്ല, നമ്മുടെ പ്രിയ സഹോദരൻ. ഒന്നുകൂടെ വായിച്ച മോളെ, എല്ലാവരും കേട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും. നമ്മുടെ നിതാന്ത വന്ധ്യ ദിവ്യ അങ്ങനെ ഒന്നുമല്ല പറഞ്ഞേക്കുന്നത്. എന്നാ കുഞ്ചായ? സഹോദരൻ. നമ്മളെ സഹോദരാന്ന് വിളിക്കും. അങ്ങനെയാണ്. ഞാൻ ചാണ്ടിച്ചാനോട് പറഞ്ഞു തരേണ്ട, അറിയാമല്ലോ. കാശും പുത്തനും ചുറ്റുപാടും ഒക്കെ ഉള്ളതാണ് പറയാം. അവറാച്ചായൻ, നമ്മുടെ വാത്സല്യ അവറാച്ചായൻ്റെ ഭവനത്തിൽ വെച്ചായിരിക്കും ഈ ആഴ്ചത്തെ യോഗം. കാശും പുത്തനും ഒന്നുമില്ല, പരുവക്കേടാന്ന് പറയും. ഈ ആഴ്ചത്തെ യോഗം പ്രിയ തങ്കൻ സഹോദരൻ്റെ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ എന്നോട് പറയണം, ഒന്നുകൂടെ ക്ലിയർ ആക്കാനാ. ഞാനിവിടെ കിട്ടിയില്ലേ?
നമ്മളാരും ഇതിൽ ഒഴിവുള്ളവരല്ല. പക്ഷെ ഇതൊക്കെ അറിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഓർത്തോണം. വലിയ വീട്ടിലെ അമ്മച്ചിയെ മറിയാമ്മ കൊച്ചമ്മ, ആ അമ്മയെക്കാളും പ്രായമുള്ള സാധുവായ സഹോദരിയെ മേരി സാരി, മേരി സഹോദരി എന്ന് പറഞ്ഞ മേരി സാരി, പുതിയ സാരിയാ. എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. കൊഞ്ഞണം കുത്തിയിട്ടൊന്നും കാര്യമില്ല. നമ്മളെ നന്നായിട്ട് അറിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഇവിടെ 14 ലേഖനം എഴുതി, 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഗമാലിയലിന്റെ പാഠപടത്തിലിരുന്നവൻ, ന്യായപ്രമാണം നന്നായിട്ട് അരച്ച് കലക്കി പഠിച്ച് കുടിച്ച് നല്ല തിട്ടമുള്ളയാള്. പിന്നെ ചരിത്രമൊക്കെ പറയുന്നേ, പുള്ളിക്ക് സ്വത്തുമൊക്കെ ഉണ്ടായിരുന്നു, കപ്പലുണ്ടായിരുന്നെന്നോ, കപ്പലുടമസ്ഥന്റെ മകൻ, അങ്ങനെയൊക്കെ നല്ല പദവികളാണ്. സെന്നിത്രി സംഘത്തിലെ അംഗം, എന്തോ കഴിവാ. പക്ഷെ ആ മനുഷ്യനെ പത്രോസ് സംബോധന ചെയ്യുന്നത് ഒന്നുകൂടെ വായിച്ചേ മോളെ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് നമ്മൾ അങ്ങനെ സംബോധന ചെയ്യുവോ? ഇനി അഥവാ അങ്ങനെ സംബോധന ചെയ്താൽ ഇഷ്ടപ്പെടുവോ? അതാ ദൈവം തമ്പുരാന്. ഇപ്പം ബഹുമാനപ്പെട്ട എബ്രഹാം മാത്യു കൂടെയുള്ള കൂട്ടു ശുശ്രൂഷകരോടോ അല്ലെങ്കിൽ തത്തുല്യമായ വേറൊരു സെൻട്രൽ പാസ്റ്ററുടെ പേര് പറയാം, നമ്മുടെ പ്രിയ സഹോദരൻ ജോയിക്കുട്ടി വന്നെന്ന് പറഞ്ഞാൽ അതോടെ കൊള്ളാം. ചില എഴുതി കൊടുക്കുക, ഇന്നതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞേക്കണം. ഇപ്പോൾ ഞാനായിരിക്കുന്ന പദവികൾ ചില ശവോടൊക്കെ വീട്ടിലെ എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഞാനിപ്പോൾ ആയിരിക്കുന്ന HMI MI അങ്ങനെ എന്തല്ലോ. അയ്യോ, മനുഷ്യനായിട്ടങ്ങ് മെനക്കെടുത്തുക എന്ന് പറഞ്ഞാൽ വരുന്നവരെല്ലാം അറിയണം പുള്ളി ഇതിൻ്റെ അല്ല. ഇവിടെ ഒറ്റ വാക്ക് പറഞ്ഞു, ഒന്നുകൂടെ വായിച്ചോ മോളെ, എല്ലാരും കേക്കട്ടെ, അതിനായി വായിപ്പിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. ഇനി വേറൊരു പ്രയോഗം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 10 തോന്നുന്നു. എനിക്ക് ഞാൻ റെഫറൻസ് അങ്ങ് മറന്നുപോയി. അവന്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവുമുള്ളത് ശരീരസന്നിധിയോ ബലഹീനവും. ശരീരം ഇച്ചിരി ബലഹീനമാണ്, പക്ഷെ ലേഖനമൊക്കെ നല്ല ഊറ്റൻ ലേഖനങ്ങളാണ്. അതെ, തെളിവിന്റെ 2 വാക്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ധന്യനായ പൗലോസിനാൽ എഴുതപ്പെട്ട ലേഖനമാണ് എബ്രായ ലേഖനം. 14 ലേഖനം എഴുതി. ഈ 14 ലേഖനത്തിൽ ദൈവശാസ്ത്രപരമായിട്ട് പഠിക്കുമ്പോൾ ലേഖനത്തെ തരംതിരിച്ച് പഠിക്കുന്നത് രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനം, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം, 3 സഭാശാസ്ത്രപരമായ ലേഖനം, 4 അന്ത്യകാല ശാസ്ത്രപരമായ ലേഖനം. ഇങ്ങനെ 4 നിലയിലാണ് പഠിക്കുന്നത്: രക്ഷാശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, സഭാശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം. ആട്ടെ, ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഇതിനെല്ലാം വ്യത്യസ്തമാണ് എബ്രായ ലേഖനം. അത് അപ്പോൾ തന്നെ പൗലോസിന്റെ 14 ലേഖനത്തിൽ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. പ്രകാശ് ഇച്ചിരൂടെ ഒന്ന് കൂട്ടിത്താ, ഉറങ്ങുന്നു, എന്നെ നോക്കിയിരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് കൂട്ടണമെന്ന് തോന്നുന്നു. പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. അത് എബ്രായ ലേഖനം, ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, 3 ലേഖനം തർജ്ജന ലേഖനമാണ്. എന്താ ഈ തർജ്ജനം ചെയ്യാന്ന് പറഞ്ഞാൽ? മനസ്സിലാകുന്ന ഭാഷയെ പറയാ, ഒരുവൻ വഴിവിട്ട് വ്യവസ്ഥ തെറ്റി ക്രമം കെട്ടാൽ അവനെ കാര്യങ്ങൾ പറഞ്ഞ് യഥാസ്ഥാനപ്പെടുത്തി മടക്കി വരുത്തണം. അതിന് മയം വേണ്ട, തർജ്ജനം ചെയ്ത് കൊണ്ടുവരണം. അവൻ നശിക്കാനല്ല, യഥാസ്ഥാനപ്പെടാനാ. പൗലോസ് തന്നെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. അടുത്ത പദമാ തർജ്ജനം ചെയ്യുക. അപ്പൊ തർജ്ജനം ചെയ്യണം, അത് ദൈവത്തിന്റെ ഹിതമാണ്.
പക്ഷേ ഇപ്പോൾ സഭകളിലൊക്കെ അങ്ങനെ വലിയ തർജ്ജനം ചെയ്യാറില്ല. തർജ്ജനം ചെയ്ത ആൾക്കാർ സഭ വിട്ടു പോവുക. ഒന്ന് തർജ്ജനം ചെയ്ത് നോക്കി. അതുകൊണ്ട് എല്ലാവരും ഒരുമാതിരി ഇങ്ങനെ പൊത്തി പോകുക. നമ്മൾ പറയുമോ ഒന്നും പറയണ്ട, പറഞ്ഞാൽ അങ്ങനെ വിട്ടുപോകും. അപ്പുറത്തെ സഭക്കാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക രണ്ടെണ്ണത്തിനെ കിട്ടാൻ. നമ്മൾ ഞാൻ തർജ്ജനം ചെയ്തതിനെ ആരും തർജ്ജനം ചെയ്യുന്നില്ല. തർജ്ജനം ചെയ്യാത്തത് കൊണ്ട് വഷളത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് വീട്ടിലാന്തേലും നാട്ടിലാന്തേലും സഭയ്ക്കകത്താന്തേലും. എന്നാൽ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. അപ്പം ശ്രദ്ധിക്കുക, 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനം, ഗലാത്യ ലേഖനം, കൊരിന്ത് ലേഖനം, എബ്രായ ലേഖനം. ഈ 3 ലേഖനം 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. ഈ 3 പെശകാ പ്രധാനം. സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ ഈ 3 പെശകാ പ്രധാനം. ഉപദേശ പെശക്, ജീവിത പെശക്, വിശ്വാസ പെശക്. ഗലാത്യ ലേഖനം ഉപദേശ പെശകിനെതിരെ എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. കാരണം ഗലാത്യ വിശ്വാസികൾ പ്രാരംഭത്തിലൊക്കെ തീക്ഷ്ണതയോടെ നിന്നെങ്കിലും ഒടുവിൽ ഇവർ പല വിഷയത്തിൽ അകന്നകന്ന് പോവുക ദൈവസന്നിധിയിൽ നിന്ന്. 1-ാം അധ്യായത്തിൽ പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഇവർ സത്യവചനം കേട്ടവരാ, ഉപദേശം കേട്ടവരാ, പ്രമാണം കൈക്കൊണ്ടവരാ. പക്ഷേ ഇവർ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് വേറെ ഉപദേശ വിഷയങ്ങളിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് വഴിപ്പെട്ടു പോകരുത്, അവൻ ശപിക്കപ്പെട്ടവനാ. 2-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ നന്നായിട്ടൊക്കെ ഓടി, ഇപ്പം നിങ്ങൾക്ക് ഓടാൻ പറ്റുന്നില്ല. 3-ാം അധ്യായത്തിൽ പറഞ്ഞു, ക്രിസ്തുവേശുവിനെ എത്ര വ്യക്തമായിട്ട് വരച്ച് കിട്ടിയെങ്കിൽ നിങ്ങളെ ആരാ ശുദ്ധരം ചെയ്ത് മയക്കിയത്. 4-ാം അധ്യായത്തിൽ പൗലോസ് പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായോ എന്ന് ഇപ്പം എനിക്ക് ഭയമാണ്. കാരണം നിങ്ങളിപ്പം ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും എല്ലാം പ്രമാണിക്കാൻ തുടങ്ങി. ചടങ്ങ്, ആചാരം, അനുഷ്ഠാനമൊക്കെ ഇപ്പോൾ സഭയ്ക്കകത്ത് കയറി. പണ്ടിതൊന്നും ഇല്ലായിരുന്നു. പണ്ട് പെന്തിക്കോസുകാർ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കത്തില്ല, വെഡ്ഡിങ് ആനിവേഴ്സറി, സപ്തതി, ഷഷ്ടി, നവം, ഇതൊന്നും ഇല്ല. എന്നെ എല്ലാവരും വള്ളം മുങ്ങിയതുപോലെ. ഇപ്പൊ പഴയ പരുവക്കേട്, കാക്കക്കേടെല്ലാം മാറി. ഇപ്പൊ കാശും പുത്തനുമൊക്കെ ആയപ്പോൾ പഴയ ചടങ്ങെല്ലാം എല്ലാം തിരിച്ചുകൊണ്ട് പണ്ട് അപ്പച്ചന്മാര് പ്രാർത്ഥിച്ച് ഉപേക്ഷിച്ചതെല്ലാം നമ്മളിപ്പം പ്രാർത്ഥിച്ച് എടുത്തുകൊണ്ടിരിക്കുക. അതെ, കേരളത്തിലെ പ്രസിദ്ധമായ ഉണർവിൽ ഒരു ഉണർവ് പൂവത്തൂർ ഉണർവ്, ഉമ്പഴാടിനടുത്ത് പൊടിമല മത്തായിച്ചൻ്റെയൊക്കെ കാലത്ത് സി മനേഷയെ പ്രസംഗിയാരെയൊക്കെ കൊണ്ടുവന്ന് അന്ന് ഉണർവ് യോഗം നടക്കുക. ചില ദിവസങ്ങൾ ക്രമീകരിച്ചെങ്കിലും യോഗം മുമ്പോട്ട് പോയി. അന്ന് ഉണർവുണ്ടായ പിതാക്കന്മാർ ഉണർവ് യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അടയ്ക്കാമരം വെട്ടി. അടയ്ക്കാ വെട്ടാനെന്ന് ഉപദേശമാർ പ്രസംഗിച്ചില്ല. അകത്തുണർവ് കയറിയപ്പം അന്നത്തെ സാഹചര്യവും നോക്കണം. അടയ്ക്കായിക്കൊണ്ട് അത് തെറ്റാന്ന് മനസ്സിലായി. കാരണം പാക്കുമൊക്കെ കൊണ്ടുവന്ന് പിന്നെ മുറുക്കിയും ചുമപ്പിച്ചു, അതൊക്കെ തെറ്റാ, പാപമാണ്. അതുകൊണ്ട് അടയ്ക്കാമരം വെട്ടി. ഈ അപ്പച്ചൻ്റെ 2-ാം തലമുറ മലബാറിൽ ചെന്ന് അടയ്ക്ക വെച്ചപ്പം മങ്ങള പ്രത്യേക ഇനമാണ്. വലിയ തന്നെ 100-300 കായുണ്ടെന്ന്, പൊഴിയത്തുമില്ലെന്ന്. ഇവിടെ വെട്ടിയ വല്യപ്പൻ്റെ കൊച്ചുമക്കളാണ്. വ്യത്യാസമായെന്നായി പറഞ്ഞത്. സ്തോത്രം. അപ്പം ഇവര് പഴയ ചടങ്ങ്, ആചാരം, അനുഷ്ഠാനങ്ങളിലേക്ക് പോയി. അപ്പം അതിനെതിരെ ആ പൗലോസ് ഗലാത്യ ലേഖനം എഴുതിയിരിക്കുന്നത്. തർജ്ജന ലേഖനം ഉപദേശ പെശകിനെതിരെ, കൊരിന്ത്യ ലേഖനം ജീവിത പെശക് കണ്ടവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ്. ജീവിതത്തിൽ ഒത്തിരി പാളിച്ചകൾ, അപാകതകൾ, ന്യൂനതകൾ, പോരായ്മകൾ സംഭവിച്ചു. അതിലൊരു മാനസാന്തരപ്പെടാതിരുന്നപ്പോൾ അവരെ ജീവിതത്തെ ക്രമീകരിച്ച് യഥാസ്ഥാനപ്പെടുവാനുള്ള ഉദ്ദേശത്തോടെ എഴുതിയ ലേഖനമാണ് കൊരിന്ത് ലേഖനം. അതേ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് നമ്മൾ വായിച്ചത് എബ്രായ ലേഖനമാണ്. എബ്രായ ലേഖനം എഴുതാൻ കാര്യം, വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ഇത് വിശ്വാസത്തിൽ പതറി, പിന്മാറി, ക്ഷീണിച്ച് തളർന്നു പോയ എബ്രായ ക്രിസ്ത്യാനികളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം തന്നെ ഇതിലൊരു പദമുണ്ട്, ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ നസ്രയനാകുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു എല്ലാ
എല്ലാവരിലും ശ്രേഷ്ഠൻ. അതാ ഈ പുസ്തകത്തിലെ പ്രധാന വിഷയം. നമുക്കറിയാം ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് പൗലോസ് തെളിയിക്കുക. യേശു ക്രിസ്തു അപ്പോൾ ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത. യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അപ്പോസ്തലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ഹാബേലിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യോശുവായേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മഹാപുരോഹിതനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു മൽക്കീസദേക്കിനേക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു യാഗാദി കർമ്മങ്ങളെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു ദൈവാലയത്തെക്കാൾ ശ്രേഷ്ഠൻ, യേശു ക്രിസ്തു സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ. സകലത്തിലും ശ്രേഷ്ഠനായ ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു. യേശു ക്രിസ്തുവിൻ്റെ വൈശിഷ്ട്യം, ആമേ, ശ്രേഷ്ഠത. ആരാ യേശു ക്രിസ്തു? 2-3 വാക്യം വായിച്ചോ മോളെ, അറിവുള്ള വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം, തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യവും, കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15ഉം 16ഉം 17ഉം 19ഉം കൂടെ ചേർത്ത് വായിച്ചോ പെട്ടെന്ന്. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവന് എന്നും. ശ്രദ്ധിക്കുക, ആരാണ് യേശുക്രിസ്തു? ഇവിടെ 3-4 പദങ്ങൾ എഴുതി നിൽക്കുക. ഒന്ന്, അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി യേശു ക്രിസ്തു ആരെന്ന് ചോദിച്ചാൽ എൻ്റെ ശൈലി പറയാ, യേശു ക്രിസ്തു വിശ്വസ്തനാ. നിന്നെ വഴിയിലിട്ടേച്ച് പോകത്തില്ല, ഉപേക്ഷിക്കത്തില്ല, അനാഥനായിട്ടും അനാഥയായിട്ടും വിടത്തില്ല. ഇവിടുത്തെ മനുഷ്യരാരും വിശ്വസ്തരല്ല. എന്തെങ്കിലുമൊക്കെ കാണുമ്പം ചാഞ്ഞും ചെരിഞ്ഞുമൊക്കെ വർത്താനം പറയും. രാവിലെ തേങ്ങായെന്ന് പറയുന്ന ആൾ ഉച്ചയാകുമ്പോൾ പറയും അത് മാങ്ങായാന്ന് പറയും. സന്ധ്യ കഴിയുമ്പോൾ പറയും മാങ്ങായും തേങ്ങായല്ലോ ഒതളങ്ങായാന്ന് പറയും. പിന്നെ ജോർജ് കുട്ടിയെ കാണിച്ചാൽ മതി എന്തും പറയും. മനുഷ്യൻ്റെ എല്ലാം പ്രകൃതിയാണ്. തക്കോം ആ ഭാഷയൊക്കെ എല്ലാവർക്കും യോജിക്കില്ല. തക്കോം തായവും താരവും പോലെ വർത്താനം പറയും. എന്നാൽ ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു വിശ്വസ്തനാ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസ്തരല്ല. ഭാര്യമാരെല്ലാവരും വിശ്വസ്തരല്ല, ഭർത്താക്കന്മാരെല്ലാവരും വിശ്വസ്തരല്ല, മക്കളെല്ലാവരും വിശ്വസ്തരല്ല, മാതാപിതാക്കൾ എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല, കുടുംബക്കാരെല്ലാവരും, കുടുംബയോഗമൊക്കെ നടത്തുമല്ലോ, കുടുംബക്കാരെല്ലാവരും വിശ്വസ്തരല്ല, സഭയെ കൂടുന്ന എല്ലാവരും വിശ്വസ്തരല്ല, ഉപദേശിമാർ ഞങ്ങളെയും കൂടെ പ്രതിയാക്കുക ഞങ്ങളെല്ലാവരും വിശ്വസ്തരല്ല, നിങ്ങളും വിശ്വസ്തരല്ല. ഇവിടെ ആരും, എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ അവിശ്വസ്തരാണ്. ഭാര്യമാരെല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. അച്ഛ അച്ഛ എന്നും പറഞ്ഞ് ഈ ഹിന്ദി പറഞ്ഞു കിടക്കുന്ന വിശ്വസ്തത ഉണ്ടായിട്ടാണോ? അച്ഛ അച്ഛ നമ്മളോർക്ക് ഇപ്പം അമ്മമ്മ രാജസ്ഥാനിൽ നിന്ന് വന്നതാണ്. അച്ഛ നിനക്കൊരൽപ്പം ക്ഷീണോ ഒരു ബലഹീനനും വരട്ടെ, അന്നേരം ഞങ്ങൾ ചെല്ലുമ്പോൾ പറഞ്ഞു പാസ്റ്ററെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം, അധികം കഷ്ടപ്പെടാതെ. ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു സഹോദരി മരുമകളാണ് പറഞ്ഞ പാസ്റ്ററെ പ്രാർത്ഥിക്കണം, അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കണം, അധികം കഷ്ടപ്പെടാതെ. അപ്പം ഞാൻ ഓർത്ത് കിടപ്പ് ഞാൻ എന്തിയെ ചാനെ മീൻ മേടിക്കാൻ പോയി ഇപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോൾ പുള്ളി കൈനറ്റിക്ക് പറന്ന് വരിക. പുള്ളിക്ക് വേണ്ടി ആ മരുമകൾ പറഞ്ഞ അധികം കഷ്ടപ്പെടാതെ. എങ്ങനെയുണ്ട്? പിന്നെ നീ 2 ദിവസം ഇരിപ്പാകുന്നത്. ഇവിടെ ആരും വിശ്വസ്തരല്ല. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയത്തുമില്ല. അയ്യോ, സ്വന്തം മക്കളും ഭാര്യയും അല്ലെ അമ്മയും മക്കളും കൂടെ ചേർന്ന് അപ്പനെ അനാഥശാലയെ വിടാൻ പോവുക. ഒരുങ്ങാൻ പറഞ്ഞു, പാൻറ്റുമൊക്കെ ഇട്ട് ഷർട്ടുമൊക്കെ ഇടിയിപ്പിച്ച് കൊണ്ടുപോവുക. അപ്പം പുള്ളിയോട് പറഞ്ഞത് അനാഥശാലയെ വിടാനാന്നല്ല, നമ്മളൊരു സ്ഥലം വരെ. അപ്പം അപ്പനോടത്ത് പിള്ളേർ വിദേശത്ത് നിന്ന് വന്നതല്ലേ, എന്നാ എങ്ങോട്ടേലും വന്ന് കറക്കും. കൊണ്ടുപോയി അനാഥശാലയ്ക്ക് അടുത്തായപ്പോൾ പുള്ളിക്ക് എന്തോ ഒരു മണമടിച്ചു. അപ്പോൾ അന്നേരം അവിടെ ചെന്ന ഉടനെ ഭർത്താവ് ഭാര്യയുടെ കൈക്ക് പിടിച്ചേച്ച് ഞാനൊരു പേര് പറയാം കേട്ടോ, ആ പേരല്ല, പേര് വേറെ, തള്ളയുടെ ബന്ധുക്കാർ വല്ലവരും ഉണ്ടെങ്കിൽ എന്തിനാ വെറുതെ അലോഗ്യം ഉണ്ടാക്കുന്നത്. കൈക്ക് കയറി പിടിച്ചേച്ച് പറഞ്ഞു, തങ്കമ്മേ എന്നെ ഇവിടെ ഇട്ടേച്ച് പോകരുതെന്ന്. കൈക്ക് പിടിച്ചവർ കൈ കുടഞ്ഞ് കളഞ്ഞേച്ച് മക്കളുടെ കൂടെ കാറേ കയറി വീട്ടിൽ പോയി. ഇന്ന് വരെ അങ്ങോട്ട് ചെന്നിട്ടില്ല, പുള്ളി അവിടെ കിടപ്പുണ്ട്. അയാളെ എക്സ് മിലിറ്ററിയാ.
അയാളുടെ തന്ത ഉണ്ടാക്കിയ വസ്തുവും സ്വത്തുമൊക്കെ കിടക്കുക. എങ്ങനെയുണ്ട്? എല്ലാവരും അങ്ങനെ ആണെന്നല്ലേ ഈ പറഞ്ഞത്. ഇതാണ് ലോകം. കൂടുതൽ ഈ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഇത് കാണിക്കുന്നത്. അതെ, 5:30 കുർബാനയ്ക്കാണ് പോകുന്നത്, കുളിക്കാതെ പോലും ഓടുക. പെന്തിക്കോസുകാരന്നെ 10 മണിയാകുമ്പോൾ ചിലർ കുളിക്കും, തമ്പേർ കമത്തിയിട്ടങ്ങ് അടിക്കുക. ചെയ്യുന്നതല്ല. അതുകൊണ്ട് ആശ്വാസ ഭവനെന്നാ ആശ്വാസം വല്ലതും ഉണ്ടോ? എത്ര എണ്ണം ചെന്ന് ചോദിച്ച്, എത്ര എണ്ണം? ഈ അടുത്ത കാലത്ത് ഒരാളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ചരിത്രം പറഞ്ഞു കൊടുത്തു. അന്നേരം അയ്യോ ഇത്രയും സ്വത്തുള്ളവരായിരുന്നു എന്ന്. അപ്പോൾ കൊണ്ട് ഞാൻ ആക്കിയപ്പോൾ അവിടെ ഒന്നുമില്ലെന്നും പറഞ്ഞാൽ കൊണ്ട് ആക്കിയത്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ അയ്യോ. അപ്പം ഞാനവിടുത്തെ അവിടെ വല്ല ഹെൽപ്പിന് വല്ലതും ചെന്നതായിരിക്കുമെന്ന്. കാരണം അവർക്ക് സഹായിക്കാനേ അതൊരു ശുശ്രൂഷയോട്. അല്ലല്ലോ ഇവിടെ. ഞാൻ ചോദിച്ചു എന്ന് ഉണ്ടോ? അപ്പം എന്നോട് പുള്ളി പറയാ, പാവ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു ഒന്നുമില്ലെന്ന്? മുഴുവൻ UK-ലും കാനഡയിലും അമേരിക്കയിലും ഒക്കെ ഇഷ്ടം പോലെ സ്വത്തും എന്നിട്ട് സഹോദരിയുടെ സ്വത്തൂടെ അടിച്ചു മാറ്റിയെന്നുള്ളതാണ്. എത്ര എണ്ണം? ഇവിടെ ആരും വിശ്വസ്തരല്ല. ഭാര്യമാരെല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. എന്തോ അമ്മാമ്മ സങ്കടപ്പെട്ടിരിക്കുന്ന സത്യം അമ്മാമ്മയെ പറയുന്നത്, സത്യമായ കാര്യമായി പറ. എല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. ഭർത്താക്കന്മാരും എല്ലാവരും വിശ്വസ്തരല്ല. സ്വന്തം ഭാര്യയും പിള്ളേരെ ഇട്ടേച്ച് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ മുങ്ങി എത്ര എണ്ണമുണ്ട്? എത്ര എണ്ണം? കുഞ്ഞുങ്ങളെ ഇപ്പോഴും കഷ്ടപ്പെട്ട് വളർത്തുന്ന സഹോദരി, അവൻ പോയി. സ്തോത്രം. ഭർത്താക്കന്മാരെല്ലാവരും ഒന്നും വിശ്വസ്തരല്ല. മക്കളെല്ലാവരും വിശ്വസ്തരല്ല. ഡാഡി ഡാഡി ദാഡി ദാഡി എന്ന് പറഞ്ഞ് നടക്കുന്നത് വിശ്വസ്തത ഉണ്ടായിട്ടാണോ? നിന്റെ കണ്ണടയാൻ നോക്കിയിരിക്കുക അവനിത് വിൽക്കാൻ. എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, പപ്പ വിറ്റേ ചിഞ്ഞ് പോരാൻ. അവിടെ ചെന്ന് തണുപ്പടിച്ച് കിടക്കാനാ ചെവിക്കകത്തെല്ലാം പഞ്ഞി വെച്ച്. ആണെന്ന് കണ്ടതല്ലേ പോയി. നമ്മൾ പറയുന്നതെല്ലാം തങ്കമാമേനെയും തോമാച്ചാനെയും ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. എങ്ങനെ? അയ്യോ ദൈവം ഉദ്ധരിച്ചവർ. എവിടെ? കാനഡയിൽ പോയി കിടക്കുക, തണുപ്പടിച്ചിട്ട് തള്ള കിടന്ന് കിടക്കിടാന്നടിച്ച് കാല് സോക്സ്, കൈ സോക്സ്, ചെവിക്കകത്ത് ആകെ 2 കണ്ണ് മാത്രം കാണാൻ തള്ളയ്ക്ക്. നമ്മൾ പറയുക വിടുതൽ കിട്ടിയെന്ന്. ഇവിടെ അന്തസ്സായിട്ട് ഇറങ്ങി നടന്നാണ് തള്ളയ. അവിടെ ഇറങ്ങി ഇങ്ങോട്ട് ഇവിടെ അന്നേരം ഓട്ടോ പിടിച്ചെങ്കിലും വെണ്ണിക്കുളത്തിന്. കാനഡയിൽ എവിടെ ചെന്ന് ഓട്ടോ പിടിക്കാനാ? തണുപ്പടിച്ച് കിടക്കിട. നമ്മളവർക്ക് അമ്മാമ്മ ആത്മാവിലാകുന്നു. തള്ള തണുപ്പടിച്ച് പല്ലുമെല്ലാം കൂട്ടിയടിച്ച്. അയ്യോ ഇവിടെ എല്ലാവരും വിശ്വസ്തരല്ല. മക്കളെല്ലാവരും വിശ്വസ്തരല്ല. മാതാപിതാക്കളും വിശ്വസ്തരല്ല. പിള്ളേരെ കിടത്തിയിട്ട് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ പോയില്ലേ? ഇല്ലേ? കൊല്ലംകാരി ഒരു സഹോദരിയല്ലോ ചെറുക്കനെ ചുട്ടു വന്നത്. സഭക്കാരെല്ലാവരും വിശ്വസ്തരാണോ? നമ്മളെ നോക്കി പാഷ എന്ന് പറഞ്ഞ വിശ്വസ്തത ഉണ്ടായിട്ടാണോ? ഉള്ള പാസ്റ്റർ എന്ന് പോലും വിളിക്കില്ല, പാഷ. ഇതിങ്ങനെ വിളിക്കുന്നത് അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുകയും വീട്ടിൽ ചെല്ലുകയും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പാഷ എന്നീ വിളിക്കുന്നത് ഇല്ലേ? അറിയാം തനി നിറം. അല്ല, പാസ്റ്റർമാർ ഞങ്ങളെല്ലാവരും വിശ്വസ്തരാണോ? കൊള്ളാം. നിങ്ങൾ ദശാംശവും സ്തോത്രകാഴ്ചയും തരുന്നത് കൊണ്ട് അമ്മമ്മ സ്തോത്ര അച്ചായ പ്രൈസലാണ്. അത് തരാതിരിക്കുമ്പോൾ ഞങ്ങളുടെ തനി നിറം അറിയാം. കൊള്ളാം. സങ്കീർത്തനം എടുത്ത് നിന്നെ അറിഞ്ഞ് നിന്റെ ഓരോ അറിഞ്ഞ്. ഇവിടെ ആരും വിശ്വസ്തരല്ല. അയ്യോ കാശ് ചുറ്റുപാടുള്ള വീട്ടിലെ അടക്കം നടന്ന സകല അച്ഛന്മാരും മെത്രാന്മാരും വരും ഇല്ലേ? പാവപ്പെട്ടവൻ്റെ വീട്ടിലോ? അല്ല, പെന്തിക്കോസിലും എല്ലാ സഭയിലും കാശും ചുറ്റുപാടും പത്രാസും പ്രവടിയുള്ളിടത്താന്ന് തെള്ള. പിന്നെ ലീഡ് ചെയ്യുന്നവർ പറയുക 1 മിനിറ്റ് 1 മിനിറ്റ് 1/2 മിനിറ്റ്. കാശും പുത്തനും ചുറ്റുപാടും ഇല്ലാത്ത ഡെഡ് ബോഡി രാവിലെ മുതൽ ഇരിക്കുക. ഒരുത്തനും 1/2 മിനിറ്റ് ഇല്ല, 2 മണിക്കൂർ. ഒരു കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ഇങ്ങനെ അച്ഛനും കപ്പിയാരും ശുശ്രൂഷ ചെയ്ത് നടക്കുക. വലിയ വീട്ടിലെ കൊച്ചമ്മ മരിച്ചപ്പം അച്ഛനും മെത്രാനും തിരുമേനി എല്ലാം വന്നു നിന്നങ്ങ് ചൊല്ലുക. ഓരോ ഗ്രൂപ്പുകാർ വന്ന് ചൊല്ലി വിടുക. പാമ്പാക്കുടയിലെ വരെ കൊണ്ടുവന്ന് ഇവിടുത്തെ ചൊല്ലി തീർന്നിട്ട്
അറിഞ്ഞുമില്ല. കപ്പ്യാരാധന അതിനെല്ലാം എടുത്ത് കൊടുക്കുക, ചൊല്ലി തീർക്കണ്ടായോ? പുസ്തകം തീരുമ്പം രാവിലെ മുതൽ നിങ്ങൾ ചൊല്ലി സന്ധ്യയോടുകൂടി തള്ളയെ അടക്കി. കുറച്ച് നാൾ കഴിഞ്ഞ് കപ്പ്യാരുടെ അമ്മ ചത്തു. എല്ലാം കൂടെ 1.5 മണിക്കൂർ കൊണ്ട് ഒരു പുസ്തകം തന്നെ എടുത്തിട്ട് അത് മൊത്തം ചൊല്ലിയില്ല. പെട്ടെന്ന് എല്ലാം കാര്യം ചെയ്തു. രാത്രി ചടങ്ങെല്ലാം കഴിഞ്ഞ് അത്താഴമൂണ് കഴിഞ്ഞ് കപ്പ്യാർ താഴെ കിടക്കുക, അച്ഛൻ കട്ടിലേ കിടക്കുക. അപ്പം ഉറക്കം വരുന്നില്ല. അപ്പം അച്ഛൻ കിടപ്പം കപ്പ്യാർ ചോദിച്ചു, എന്നാലും എൻ്റെ അച്ഛോ ഞങ്ങളോട് ഈ ചതി? അപ്പം അച്ഛൻ ചോദിച്ചു, എന്നാടാ കറിയാ? അല്ല, വലിയ വീട്ടിലെ കൊച്ചമ്മ മരിച്ചപ്പം ഞാൻ ആ പുസ്തകം എടുത്തു തന്നെൻ്റെ ഊപ്പാട് എന്ന് വീണ്ടും ചൊല്ലിയാ എൻ്റെ അമ്മ മരിച്ചിട്ട് ഒരു 2 പേജ് പോലും ചൊല്ലിയില്ലല്ലോ. അപ്പം അച്ഛന് മനസ്സിലായി ഇവനത് ഫീൽ ചെയ്യണം. അച്ഛൻ അച്ഛൻ പറഞ്ഞു, എടാ കറിയാ, വലിയ വീട്ടിലെ തള്ളയെ പോലെ ആന്നോടാ നിൻ്റെ അമ്മ ഏലിക്കുട്ടി. ആ തള്ളയെ പോലെ കൊള്ളുകയില്ലാത്തൊരു തള്ള. എടാ ഞങ്ങൾ സന്ധ്യ വരെ ചൊല്ലിയിട്ടും മെത്രാൻ പറഞ്ഞത് പോകുന്ന കാര്യം സംശയമാണ്. സന്ധ്യ വരെയും മെത്രാൻ പോയപ്പോൾ പറഞ്ഞു മിക്കവാറും മേലോട്ട് പോകുന്ന കാര്യം സംശയം. അതുപോലെ ആന്നോടാ നിൻ്റെ അമ്മ ഏലിക്കുട്ടി. ഇതുപോലെ ഒന്നും ചൊല്ലണ്ട പോയടാ. എന്നാൽ കുഴപ്പമില്ല, 2 പേരും സുഖമായിട്ട് കിടന്നുറങ്ങി. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ലോകം ഇതാ, കാജും ചുറ്റുപാടും പുത്തനുമുണ്ട്, ആളിൻ്റെ തെള്ള ഇതൊന്നുമില്ല, ആരും നിന്നെ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ കർത്താവ് വിശ്വസ്തന്, ഒരു നാളും നിന്നെ ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും നിന്നെ കൈവിടത്തില്ല, ഒരു നാളും എന്നെയോ എന്ന പരമാർത്ഥം ചൊല്ലി ഉണ്ട്. ആമേൻ. ഒരു നാളും എന്ന് പരമാർത്ഥമായവൻ ചൊല്ലി. ഓ എന്നെ രക്ഷിച്ചവനെന്നോട് കൂടെയുണ്ട്. ഓ എന്നെ രക്ഷിച്ചവനെന്നോട് കൂടെ. കരമുയർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്ന നമ്മെ രക്ഷിച്ച് നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് വിശ്വസ്തൻ. അവിടെ വായിക്കുന്ന വിശ്വസ്ത സാക്ഷിയും പിന്നെ 2 ഫലമുണ്ട്. അവൻ നമ്മുടെ പാപത്തെ പോകുന്നവനാ. ആരാ? യേശു ക്രിസ്തു. അവിടുന്ന് വിശ്വസ്ത സാക്ഷി, നിന്റെ പാപത്തെ പരിഹരിക്കുന്നവൻ. ആ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ആ കർത്താവിനെ ഏറ്റെടുത്ത് ഇന്ന് രാത്രി തിരിച്ചു പോകാവൂ. എല്ലാ വാക്യങ്ങളും പഠിപ്പിക്കുന്നില്ല, സമയത്തെയും കൂടെ ഭയപ്പെടുന്നത് കൊണ്ട്. യേശു ക്രിസ്തു എല്ലാവരിലും ശ്രേഷ്ഠൻ. എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ആമൻ ഏറെ നല്ലത്. ഇതിലെ പ്രതിപാദ്യ പുരുഷൻ എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം. ഓരോ അധ്യായത്തിനും ഓർപ്പിച്ചല്ലോ യേശു ക്രിസ്തു ശ്രേഷ്ഠനെന്നും കൂടെ തെളിയിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. എബ്രായ ക്രിസ്ത്യാനികളെ ഇത് പറയാൻ കാരണം, ഈ എബ്രായ ജാതിയെ പറ്റി, ജനതയെ പറ്റി പഠിക്കുമ്പോൾ അബ്രഹാം എന്ന വ്യക്തിയിൽ നിന്ന് ഈ ജാതി, ഈ ജനത, ഈ വംശം ഉടലെടുക്കുന്നത്. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകളാണ് ഈ ജാതി. കർത്താവിന് അവന് പ്രത്യേക, അവരെ കണ്ടാൽ അറിയാം, അവരെ കണ്ടാൽ അറിയാം. അവരുടെ രീതികളെല്ലാം വ്യത്യസ്തമാണ്, എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ്. എന്താ ഇവരുടെ ഒരു വിശേഷത? റോമാലേഖനം 9:3 പെട്ടെന്ന് വായിച്ചോ. റോമാലേഖനം 9:3 വേഗത്തില്. ജഡപ്രകാരം എന്റെ ചാർച്ചക്കാരനായ എന്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. കർത്താവിന് മഹത്വം. ഇത് എബ്രായ ജാതികളുടെ, യഹൂദ ജാതികളുടെ വിശേഷതയാണ്. യഹൂദനെ കണ്ടാൽ അറിയാം. ഏത് ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിന്നാലും യഹൂദനെ കണ്ടാൽ അറിയാം. അതുകൊണ്ടാണല്ലോ വെള്ളം ചോദിച്ചുടനെ വെള്ളം തരാമെന്നോ തരികയെന്നല്ല പറഞ്ഞത്. യഹൂദനായിരിക്കുന്ന നീയെ, ശമരിയാക്കാരിയായ
എന്നോട്. അപ്പം കണ്ടപ്പോൾ വസ്ത്രധാരണം, സംസാരം, ശൈലി ഇതൊക്കെ കണ്ടാൽ അറിയാം. ബെന്തിക്കോസുകാരെ കണ്ടാൽ അറിയണം. ഇപ്പം അങ്ങനൊന്നും അറിയത്തില്ല. കൂട്ടിയിടിക്കുമ്പോൾ ഗ്ലോറി. ബെന്തിക്കോസില്ല എവിടാ എങ്ങുമില്ല എന്നാ ഇങ്ങനെ എല്ലായിടത്തും. പണ്ടൊക്കെ 2 ബെന്തിക്കോസുകാരുണ്ട്. ഹല്ലേലൂയ. ഇപ്പം എല്ലാം കലാമണ്ഡലത്തിൽ നിന്ന് വന്ന പോലെ. അവിടെ അല്ലയോ മുഴുവൻ മുദ്ര പഠിപ്പിക്കുന്നത്. ദൈവമക്കളെ കണ്ടാൽ അറിയണം. അപ്പൊ ഇവിടെ യഹൂദന്റെ വിശേഷത ഒന്നോടെ വായിച്ചേ മോളെ, 3-ാം വാക്യം. അവർ ഇസ്രായേലർ, അവര് ഇസ്രായേലിയർ പുത്രത്വവും പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളത്. പിന്നെ പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. പിതാക്കന്മാർ പറഞ്ഞ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അവരാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ കടന്ന് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേനൊന്നും വിളിച്ചു പോവരുത്. അങ്ങനെ വിളിച്ചു പോവിയാൽ പല കക്ഷികൾ വരും. എന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിക്കും. മനസ്സിലായില്ല. തള്ളയും കൊച്ചും എല്ലാം വരും. കുഞ്ഞമ്മ എന്തിനടി വിളിച്ചെന്ന് ചോദിക്കും. അതുകൊണ്ട് പിതാക്കന്മാരുടെ ദൈവമെന്നെ വിളിച്ചാൽ എല്ലാം ഇപ്പം പറയാനൊക്കെ ഇതിൽ പല കക്ഷികൾ വരും. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ ദൈവമേന്ന് വിളിച്ചോണം. യഹൂദനെ കണ്ടാൽ അറിയാം. യഹൂദന്റെ വിശേഷതയാണ്. ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ പറഞ്ഞു, ഞങ്ങൾ യഹൂദന്മാരാണ്. എന്നോട് പറഞ്ഞു ഞങ്ങളും. ഞാൻ പറഞ്ഞു, ഇന്ന് എന്നോട് പറഞ്ഞതിരിക്കട്ടെ, മേലിൽ ആരോടും എന്നോട് പറഞ്ഞിരിക്കട്ടെ, ആരോടും അയന്ന ഈ വാക്യം വായിക്കാൻ പറഞ്ഞു. വായിച്ചേ മോള് വായിരെ. അല്ല അങ്ങനെ ആരെങ്കിലും പറയുന്നത് അതല്ല, വേറൊരു വാക്യമാണ്. മോള തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിച്ചേ മോളെ. അതുകൊണ്ട് യഹൂദനാണെന്നൊന്നും ചുമ്മാ വെടലത്തരവൊന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. വായിച്ചേ മോളെ. എബ്രാം ഭാഷ നോക്കിക്കോ, നല്ലതാ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ന്റെ 14 മുതൽ വായിക്കും മോനെ. സഹോദരന്മാരെ, യഹൂദയിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവസഭകൾക്ക് നിങ്ങൾ അനുകാരികളായി തീർന്നു. അവർ യഹൂദരാൽ അനുഭവിച്ച് തന്നെ നിങ്ങളും സ്വജാതിക്കാരാൽ അനുഭവിച്ചുവല്ലോ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെ കൊന്നവരും. അതാ പറഞ്ഞു, എന്നോട് പറഞ്ഞിരിക്കട്ടെ, മേലിൽ ഉള്ള വിലയും കൂടെ പോകുമെന്ന് പറഞ്ഞു. യവന്മാര് കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. അടുത്തത് ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. ദൈവദാസന്മാരെ തുരത്തി ഓടിച്ചവന്മാരാ. പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും. ചുമ്മാ ഇങ്ങനെ കുപ്പായം ഇട്ടോണ്ട് നടക്കുന്നതേ ഉള്ളൂ, തലയെ തൊപ്പിയും വെച്ച്. ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത യഹൂദന്റെ കാര്യമാ. 10 മീറ്റർ തുണി കൊടുത്താൽ വല്ലോ കാര്യം നടക്കുമോ? ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരാ യഹൂദൻ. അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും. സകല എണ്ണത്തിനുമാര് പാരയാ. എന്നാ ഇരുത്തി ഒരു മൂളിയ ഞാൻ കേട്ടു. ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ അതോ ഇഷ്ടപ്പെട്ടു? അതാ പാര എന്നുള്ള വിഷയമായിരിക്കും ഇരുത്തി മൂളാണ്. ഒന്നുകൂടെ വായിച്ചോ മോളെ, ഒന്നുകൂടെ മൂളെന്നെങ്കിൽ. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും. വിരോധികളെ യഹൂദൻ. പിന്നെ ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരാ. സുവിശേഷം പറയുന്ന ഇവന്മാര് വിലക്കുന്നവന്മാരാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇന്ന് എന്നോട് പറഞ്ഞിരിക്കട്ടെ, മേലിൽ ഇത് ഇവന്മാര് ചിന്തിച്ചിരിക്കുന്നത് ഞങ്ങൾ മാത്രം മതിയെന്ന്. വേറെ ആരും അല്ല. നമ്മുടെ ഇടയിലും അങ്ങനെ ഇപ്പൊ ആൾക്കാരുണ്ട്. സ്തോത്രം, മെമ്പർഷിപ്പിന് എന്നാ കൊടുക്കല്. നിങ്ങൾ ഏതാ? നിങ്ങളാണ്ട് അങ്ങോട്ട് പോകുന്നതാ നല്ലത്. എല്ലാം ആത്മഭാരത്തിൽ നടക്കുക. എന്തോ ആത്മഭാരം കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടോന്ന് അറിയത്തില്ല. എവിടാന്നൊന്നും എന്നോട് ചോദിക്കരുത്. കേട്ടതാണേ. ഈ സ്വന്തമായിട്ട് വീടും വസ്തുവൊന്നും ഇല്ലാത്തവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുകയല്ലെന്ന്. അയ്യോന്നോ, കുമ്പനാട് സൈഡാ.
എന്നാ സങ്കടത്തോടെ ചരിഞ്ഞൊരു നോട്ടം നോക്കുന്നേ. സ്വന്തമായിട്ട് വസ്തുവും വീടും ഇത് കൊടുക്കുമല്ലോ ഫോമ്, അപ്പൊ അതിനകത്തുണ്ട്. നമ്മുടെ സ്റ്റാറ്റസിന് എന്നതാടാ സ്വർഗത്തിന്റെ മണിമകുടം വിട്ടാ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. അതിലും വലിയ സ്റ്റാറ്റസ് ഒന്നും ഒരു പൂഞ്ഞാനുമില്ല. ഇപ്പം നമുക്ക് പറഞ്ഞ സ്റ്റാറ്റസ് കിട്ടിയത് കൂടി വന്ന ഒരു 10-50 കൊല്ലമൊക്കെ ആയോളൂ. ഇപ്പോഴായി ആ പരിവക്കേട് കാക്കക്കേടെല്ലാം മാറിയത്. ഇപ്പൊ പേർഷ്യയിലും അമേരിക്കയിലും പോയി 10 പുത്തം കിട്ടി ഒരു എണ്ണം വണ്ടി മേടിച്ച് സ്തോത്രം ഒരു മൊബൈലും എടുത്ത് എപ്പോൾ യോഗത്തിന് നിൽക്കുമ്പോൾ വണ്ടിയുടെ ചാവി ഇട്ട് കറക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, യഹൂദനെ ദൈവത്തിനും ദൈവജനത്തിനും വിരോധമായി പ്രവർത്തിക്കുന്നവരാ. ഒന്നുകൂടെ വാക്യം വായിച്ച മോളെ. ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരും, സുവിശേഷം പ്രസംഗിക്കുന്നത് വിലക്കുന്നവരാ, സുവിശേഷത്തെ തടയുന്നവരാ. എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശുക്രിസ്തു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു അലാകുന്ന സുവിശേഷം. ഈ സുവിശേഷത്തെ വിലക്കരുത്. സുവിശേഷം എല്ലാവർക്കും ആവശ്യമാണ്. അവ സുവിശേഷം ഒരു സഭയുടെയോ ഒരു വ്യക്തിയുടെ കുത്തകയല്ല, സകല മനുഷ്യനും ആവശ്യമാണ് സുവിശേഷം. എന്താണ് സുവിശേഷം? അത് നസറയനാകുന്ന യേശുക്രിസ്തു. ആ സുവിശേഷത്തെ വിലക്കുന്നവരാ യഹൂദൻ. വായിക്കുമോളെ, വായിക്കേ. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യഹൂദനാന്ന് എന്നോട് പറഞ്ഞതിരിക്കട്ടെ, ഇനി മേലിൽ ആരോടും പറയരുത്. പുള്ളി പറയാ ഇപ്പോഴായി വാക്യം കണ്ടെന്ന്. ഞാൻ പറഞ്ഞു ഇപ്പോഴേലും കണ്ടല്ലോ, അതുകൊണ്ട് ഇനി യഹൂദന ഒന്നും പറയരുത്. നീ പറയണം ഞാനൊരു ദൈവ പൈതല, ഞാനൊരു ദൈവ പൈതല. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ എന്നെ വീണ്ടെടുത്തു. അവിടുത്തെ പരിശുദ്ധ നിണത്താൽ എന്നെ കഴുകി ഞാനൊരു ദൈവ പൈതലായി തീർന്നിരിക്കുന്നു. അതാ ഏറ്റവും വലിയ ഭാഗ്യം. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാനക്ഷോഭമില്ല. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാനക്ഷോഭമില്ല. പരിപവിക്കില്ലോ ക്ഷമിക്ക മാത്രം. ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭക്കരുളിയ ഭാഗ്യമിത്, ഭാഗ്യനിധിയാം പരമൻ സഭക്കരുളിയ ഭാഗ്യമിത്, ഭാഗ്യമിതു പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിതു പ്രാണസഖേ, ഭാഗ്യമിത്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ നമ്മൾക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇതിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാ. ഓർപ്പിച്ചല്ലോ, ഈ എബ്രായ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. ഈ എബ്രായ ക്രിസ്ത്യാനികളിൽ സിംഹഭാഗവും യഹൂദമതത്തിൽ നിന്ന് ഈ മാർഗത്തിൽ വന്നവരാ. ഒരു വ്യക്തി യഹൂദമതം വിട്ട് ഇതിനകത്ത് വരിക എന്ന് പറഞ്ഞാൽ അതും ചെറിയ കാര്യമല്ല. യഹൂദന് വിശേഷതകളും ഉണ്ടാകാൻ മുമ്പേ വായിച്ചത് ആരാധന, പുത്രത്വം, വാഗ്ദത്തം, ന്യായപ്രമാണം, നിയമം ഇതെല്ലാം അവർക്കാ പ്രത്യേകമായി ദൈവം തെരഞ്ഞെടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള ഇവര് യെരൂശലേം പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളി പോലൊന്നുമല്ല, ഭയങ്കരം പള്ളിയാ. ആദ്യം സമാഗമന കൂടാരമായി തീർത്തു, പിന്നെ ശലോമോനത് എത്ര മെച്ചമായിട്ട് പണിതു. യഹൂദന് ഈ പള്ളി എന്ന് പറയുന്നത് വളരെ പ്രശംസാ വിഷയമാണ്. പള്ളി, യെരൂശലേം ദേവാലയം. ആ ശലോമോന്റെ ദേവാലയം നശിപ്പിച്ചതിന് ശേഷം സെരുബാബേലിന്റെ നേതൃത്വത്തിൽ വന്ന ദൈവാലയം പണിതു. കെരോറാവിന്റെ കാലത്ത് പുതുക്കി പണിതു. അമ്പരചുംബിയായ ദൈവാലയം 3 ഭാഗങ്ങളായിട്ടാണ്. കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ ഈ പള്ളിക്കകത്തും പള്ളിയോട് ബന്ധപ്പെട്ട്. മിക്ക ഉപകരണങ്ങളും പൊന്നും തങ്കത്താൽ നിർമ്മിക്കപ്പെട്ടതും പുതിയപ്പെട്ടതും പണിതെടുത്തതുമായ ഉപകരണങ്ങളാണ്. 3 ഭാഗമായിട്ട് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ഇവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ദാവീദിന്റെ കാലത്ത് 24 കൂറുകളെ നിയമിച്ചു. അബിയാ കൂറ് മുതൽ സെക്കറിയ കൂറ് വരെ 24 കൂറിന്റെ ക്രമത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന പുരോഹിത വൃന്ദങ്ങൾ. അവരെ കാണാൻ തന്നെ ഒരു അഴക. ആണ്ടിലൊരിക്കലും മഹാപുരോഹിതൻ എന്ന് ഇറങ്ങി വരും. കണ്ടാൽ നമ്മൾ വെച്ചു പോവും. ആ വരവൊക്കെ കാണുമ്പം മഹാപുരോഹിതൻ നീളക്കുപ്പായോ നിലയെങ്കിൽ നടക്കട്ടെ ഏബോധം മുടിയും പിന്നെ മാർപ്പതക്കവും അതിനകത്ത് 12 കല്ലുകളും പിന്നെ ആ പ്രൗഢി ഇറക്കവും വരവും ഒക്കെ കണ്ടാൽ ചുമ്മാ നിൽക്കുന്നവനും
അപ്പോൾ മഹാപുരോഹിതൻ സ്ഥാനചിഹ്നവേക്ഷ വിഭൂഷത്തിനായിട്ടൊരു വരവ്, പിന്നെ നിരനിരയായി നിൽക്കുന്ന ശുശ്രൂഷക വൃന്ദങ്ങൾ, പിന്നെ ദാവീദിന്റെ കാലത്ത് പാട്ടുകാര്, അത് ഹേമാന്, യദുതൂന്, ആസാപ്പ് തലവൻ. മാത്രമാണോ ഈ ശുശ്രൂഷ ചെയ്യുവാൻ അതിൻ്റെ ക്രമീകരണങ്ങൾ? മാത്രമല്ല ഓർപ്പിച്ചതുപോലെ കോടിക്കണക്കിന് സ്ഥാപന ജംഗമ വസ്തുക്കൾ. അതുകൊണ്ട് യഹൂദന്, ഈ എബ്രായ ജാതിക്ക് ദൈവാലയം എന്ന് പറഞ്ഞാൽ വലിയ പ്രശംസയാണ്. അതുകൊണ്ട് യിരെമ്യാവിൽ നമ്മൾ വായിക്കുന്നത് യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം, യഹോവയുടെ മന്ദിരം എന്ന് ഇവർ കൂടെ കൂടെ പ്രശംസിക്കും. അപ്പോൾ യഹൂദ ജാതിയിൽ ശ്രേഷ്ഠര്, പള്ളി ഇവരുടെ കൈവശം, പുരോഹിത വൃന്ദങ്ങൾ, പള്ളിയോട് ബന്ധപ്പെട്ടുള്ള ചുറ്റുപാടുകൾ എല്ലാം വളരെ കേമമാണ്. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. തന്നെയല്ല എൻ്റെ ഭാഷയാണ് നല്ല ഒന്നാം തരം കല്ലറ. അവരുടെ കല്ലറ കണ്ടാൽ തന്നെ നമുക്ക് ചാകാൻ തോന്നും. നമുക്കാരെല്ലാം ചത്ത് കഴിയുമ്പോൾ ആ രണ്ടുപേരെ അങ്ങോട്ട് അതുങ്ങൾ ചെന്ന് കമ്മ്യൂണിറ്റി കച്ച എല്ലാം തല്ലിപ്പറിച്ച്, പിന്നെ നമ്മുടെ കയറിയപ്പോൾ കാലെ എൻ്റെ കുറ്റിയും കൊണ്ട് കീറി. മറ്റേ കല്ലറയൊക്കെ നല്ല ഒന്നാം തരം കല്ലറ, പേരുമൊക്കെ തോമ വാക്കയിൽ. അത് കണ്ടാൽ തന്നെ നമുക്കൊന്ന് എത്താക്കൊള്ളാന്ന്. അപ്പൊ ഇതെല്ലാം വളരെ മെച്ചമാണ്. അപ്പൊ ഇതെല്ലാം വിട്ടേച്ചാണ് എബ്രായ ക്രിസ്ത്യാനികൾ യേശുവിൻ്റെ പുറകെ വന്നത്. ഈ അമ്പരചുംബിയായ പള്ളി, മണിമേടകളും പള്ളിമേടകളും, ആചാര അനുഷ്ഠാനങ്ങളും കർമ്മമാർഗങ്ങളും, പെരുന്നാളുകള്, ഉത്സവങ്ങള്, യാഗാദി കർമ്മങ്ങള്, പുരോഹിത വൃന്ദങ്ങൾ, സ്ഥാനം, വേഷം, ഭൂഷണം, ഇതെല്ലാം വിട്ടേച്ച് നസ്രായ മാർഗത്തിൻ്റെ പുറകെ, നസ്രായൻ്റെ പുറകെ വന്നു. ഇവിടെ ആചാരമില്ല, വെടിയില്ല, കൊടിയില്ല, ഇടിയില്ല, മറ്റ് യാതൊരു കാര്യവുമില്ല. അനുഷ്ഠാനങ്ങളില്ല, ആചാരമില്ല, ആഘോഷമില്ല, പക്കമേളവും ചെണ്ടമേളവും ഒന്നുമില്ലാതെ നസ്രായന്റെ പുറകെ വന്നു. കയറിക്കിടക്കാൻ ഇടമില്ല, തലചായ്ക്കാൻ ഇടമില്ല, കരം കൊടുക്കാൻ കാശില്ല. ചില യോഗങ്ങൾ കഴിഞ്ഞാൽ ഭക്ഷണം പോലും കിട്ടുന്നില്ല. അതുകൊണ്ടല്ലയോ യോഗം കഴിഞ്ഞ് വിശന്ന്, എൻ്റെ ഭാഷയാ, പ്രാണം തല്ലി ആരുടെയോ വയലിലിറങ്ങി കതിരി പിറച്ച് അത് തിരുമിത്തുന്നത്. ശുശ്രൂഷ കഴിഞ്ഞാൽ ഭക്ഷണമില്ല. നമുക്ക് ശുശ്രൂഷയില്ലെങ്കിലും ഭക്ഷണത്തിനൊരു കുഴപ്പമോ? ആരാധനയ്ക്കിരിക്കുമ്പോൾ സ്തോത്രം പറയോ കൈയടിക്കോ ഒന്നും ചെയ്യത്തില്ല. എങ്കിലും ഭക്ഷണത്തിരിക്കുമ്പോൾ നമ്മൾ ചോദിച്ച് മേടിക്കും, മോര്, ഒലത്തെ, ഫ്രൈ. എന്നാൽ യോഗത്തിനിരിക്കുമ്പം ഗ്ലോറി, സ്തോത്രം ഒറ്റയൊരുത്തം വേണ്ടുകയല്ല. ഇത് കഴിയുമ്പോൾ അതെല്ലാം ചോദിച്ച് പപ്പടം. എത്ര കൃത്യമായിട്ടാണ് പറയുന്നത്. എന്നാ സ്തോത്രം പറഞ്ഞോ, ദൈവം കണ്ടുകൊണ്ടിരിക്കുക. രണ്ടാം സങ്കീർത്തനത്തിൽ പറയാൻ പോലെ സ്വർഗത്തിരിക്കുന്നു ചിരിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവരിതെല്ലാം വിട്ടാച്ച് നസ്രായന്റെ പുറകെ ഇറങ്ങി. ജന്മസ്ഥലം വഴികം ശയ്യാഗൃഹം പുൽക്കൂടാക്കി, ജന്മസ്ഥലം വഴികം ശയ്യാഗൃഹം പുൽക്കൂടാക്കി, വഴിയാധാര ഭൂലോകത്തെ സഞ്ചരിച്ചു, ഭൂലോകത്തെ സഞ്ചരിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ വിട്ടേച്ച് നസ്രായന്റെ പുറകെ ഇവരിറങ്ങി. കയറിക്കിടക്കാൻ ഇടമില്ല, കരം കൊടുക്കാൻ കാശില്ല, യോഗം നടത്താൻ സ്ഥലമില്ല, ഇരുന്ന് പ്രസംഗിക്കാനൊരു സ്ഥലമില്ല. വല്ലവരുടെയും പടകിലും പിന്നെ മലയുടെ മുകളിലും രാത്രി മുഴുവൻ വിശ്രമമില്ലാതെ പ്രാർത്ഥനയും. അദ്ദേഹത്തിൻ്റെ പുറകെ ഇറങ്ങിയത് അല്ല. ഇറങ്ങിയ കാലത്ത് ആരംഭ സമയത്ത് അപ്പോസ്തലന്മാർക്ക് അവർക്കും ഒന്നുമില്ല. അന്ത്യോക്യയിലും സിംഹാസനമില്ല, വത്തിക്കാനിലും സിംഹാസനമില്ല, കുമ്പനാട്ടും സിംഹാസനമില്ല, പുനലൂരും സിംഹാസനമില്ല, ദേവലോകത്തും ഒരു കൊരണ്ടി പോലും ഇല്ലായിരുന്നില്ല. പിന്നല്ലേ സിംഹാസനം. അന്നേരം ഒരു ഗ്രൂപ്പുകാർ പറയാം അന്ത്യോക്യയിലായിരുന്നെന്ന്. അവർ പറഞ്ഞ അല്ലല്ല റോമിലായിരുന്നെന്ന്. അന്നേരം വേറൊരു പറഞ്ഞ ഇവിടെ എങ്ങോ അല്ലടെ ദേവലോകത്തായിരുന്നടാ, കയറ്റം കയറി അങ്ങോട്ട് വരുമ്പോൾ വലത്ത് വെച്ചത്ത്. കൊരണ്ടി പോലും ഇല്ലായിരുന്നു. ഒരു വാക്യം വായിച്ചേ മോളെ.
കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10 മുതൽ വായിരും. ഞങ്ങൾക്ക് സ്തുനിമിത്തം ഭോഷന്മാർ, അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ ബഹുവചനം എഴുതിയ പൗലോസും ശേഷമുള്ള അപ്പോസ്തലന്മാരും എന്ന് സാരം, ഞങ്ങൾ ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, നിങ്ങൾ ക്രിസ്തുവിൽ വിവേകികൾ, അടുത്തത് ഞങ്ങൾ ബലഹീനർ, ഞങ്ങൾ ബലഹീനര്, നിങ്ങൾ ബലവാന്മാർ, ആ നിങ്ങൾ മഹത്വങ്ങൾ, നിങ്ങൾ മഹത്തുക്കൾ, ഞങ്ങൾ മാനഹീനർ. അടുത്തത് ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും, ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും വിശന്നും ദാഹിച്ചും ദാഹിച്ചും ഉടുപ്പാനില്ലാതെ ഉടുപ്പാനില്ലാതെ കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. ഉടുപ്പാനില്ലാതെന്നാ. അന്നേരം പറയാ ഇച്ചിരി തുണി ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന്, ഇച്ചിരി ഞങ്ങളുടെ അവിടെയും വെച്ചെന്ന്. എടാ പൊട്ടാ, ഇവിടെ ഞാൻ എഴുതിയതാണോ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കാൻ? ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ശുശ്രൂഷ കഴിഞ്ഞ് മിക്കപ്പോഴും വിശപ്പാന്ന്, എപ്പോഴും ഒന്നും കിട്ടത്തില്ല, വിശപ്പാ. വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ട്. അടുത്തത് സ്ഥിരവാസം കൂടാതെ. സ്വന്തമായിട്ട് ഇരിപ്പടോ സ്ഥലവും ഇല്ലെന്ന് മനസ്സിലായോ? ഹെഡ്ക്വാർട്ടേഴ്സ് ഇല്ലെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കാൻ എന്തോ ഒരു കടുംപിടുത്തമാ. സ്ഥിരവാസം കൂടാതെ. പിന്നെ സ്ഥിരവാസം കൂടാതെയും ഇരിക്കുന്നു. സ്വന്തം കൈയാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു. ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു. അപ്പൊ ആദിമ നൂറ്റാണ്ടിൽ, 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർക്കൊന്നുമില്ല. യേശുവിന്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. എബ്രായ ക്രിസ്ത്യാനികളെ പറ്റി പഠിക്കുമ്പോഴും ഇവരിതെല്ലാം വിട്ടേച്ച് യേശുവിന്റെ പുറകെ വന്നു. ഓടിച്ച് മുമ്പോട്ട് പോകട്ടെ. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ചിന്ത, വിട്ടുപോകുന്നത് അബദ്ധമായോ, ഉപേക്ഷിച്ചത് മണ്ടത്തരമായോ, വേണ്ടാന്ന് വെച്ചത് പോഷത്വമായോ. ഏതാ ഈ യെരൂശലേം പള്ളിയും പുരോഹിത വൃന്ദങ്ങളെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാമൂലും പാരമ്പര്യവും ഉണ്ടല്ലോ, ഇതെല്ലാം വിട്ടേച്ച് പോകുന്നത് മണ്ടത്തരമായോ, പോഷത്വമായോ, അബദ്ധമായോ എന്നൊരു ചിന്ത അകത്ത് കയറി. ആ ചിന്ത അകത്ത് കയറിയപ്പോൾ ഇവര് ചിലർ ക്ഷീണിച്ചു, ചിലർ തളർന്നു. ക്ഷീണിച്ചതിന് 2 വാക്യം വായിച്ചോ, 6, 12, 12, 12. ഇവര് ക്ഷീണിച്ചു. അതാ 6, 12, 12, 12. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, മന്ദതയെല്ലാം നീക്കുക, നിന്നടിയാരിൽ തന്ന നല്ലുണർച്ചയെ വന്നിടുന്നൊരു ക്ഷീണം നിദ്ര മയക്കമീവ ഒന്നാകെ നീക്കി എന്നിൽ നന്ദിടുകാൽമശക്തി വന്നിടുന്നൊരു ക്ഷീണം നിദ്ര മയക്കമീവ ഒന്നാകെ നീക്കി തന്നിടുകാൽമശക്തി ഇന്നേരം പ്രിയ ദൈവമേ നിന്നാത്മദാനം തന്നാലും പ്രാർത്ഥിച്ചിടുവാൻ. ഇന്നേരം പ്രിയ ദൈവമേ നിന്നാത്മദാനം തന്നാലും പ്രാർത്ഥിച്ചിടുവാൻ. ഓ നിന്നോടു പ്രാർത്ഥിച്ചിടാൻ നിന്റെ സന്നിധാനത്തിൽ വന്നുയർന്നീരും നാദാ. നിന്നോടു പ്രാർത്ഥിച്ചിടാൻ നിന്റെ സന്നിധാനത്തിൽ വന്നു നാദായി നേരം പ്രിയ ദൈവമേ നിന്നാത്മദാനം തന്നാലും പ്രാർത്ഥിച്ചിടുവാൻ. പ്രിയ ദൈവമേ നിന്നാത്മദാനം തന്നാലും പ്രാർത്ഥിച്ചിടുവാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവര് ക്ഷീണിച്ചു. അതാണ് ഇവിടെ വായിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മന്ദത ഉള്ളവരാകാതെ. 12, 12. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. അപ്പൊ ഇത് കൈയും കുഴഞ്ഞു കാലും കുഴഞ്ഞു, കൈ തളർന്നു കാല് കുഴഞ്ഞു, മന്ദത. അപ്പൊ ക്ഷീണിച്ചതിന് തെളിവാ. എന്നാൽ ആരംഭ സമയത്ത് ഇവർ തീക്ഷ്ണതയോടെ നിന്നവരാ. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇവർ മിക്ക പേരും ചിന്തിച്ചു, വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമായോ.
ഇങ്ങനെ ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ പൗലോസിന് മനസ്സിലായി ഇവർ തളർന്നു പോകരുത്. അതിന് അവരെ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിട്ടുപോകുന്നത്, ഉപേക്ഷിച്ചത്, വേണ്ടാന്ന് വെച്ചത് മണ്ടത്തരമല്ല, വിട്ടതിനേക്കാൾ ശ്രേഷ്ഠമേറിയ സ്ഥലത്ത് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ല, ഇപ്പം പറയുമ്പം തുറന്ന് പറയണമല്ലോ, എന്തിനാ കണ്ണടച്ചിരുട്ടാക്കുന്നേ? പെന്തിക്കോസിലും ഇപ്പം ചില ആൾക്കാർക്കൊരു ചിന്ത കൊണ്ട് ഉപേക്ഷിച്ചതും വേണ്ടാന്ന് വെച്ചതൊക്കെ മണ്ടത്തരമായിരുന്നു. ഇപ്പോൾ ചില മോഡേൺ ഉപദേശിമാർ വന്ന് അതിനെ സോപ്പിടുന്നുമുണ്ട്. അങ്ങനൊന്നും വിടേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. ഞാനൊരു കാര്യം പറയാം. അല്ല, പഴയ ആൾക്കാരുമൊക്കെ ഉണ്ടല്ലോ, ഇത് പറയാതിരിക്കാൻ തരമല്ല. എൻ്റെ പ്രിയര്, ആഭരണം ഉപേക്ഷിച്ചതൊന്നും മണ്ടത്തരമല്ല. അത് കുഴപ്പമില്ലെന്ന് പറയുന്ന ബിരുദന്മാരിപ്പോൾ നമ്മുടെ ഇടയിൽ ധാരാളം പേര് ഉണ്ട്, നമ്മുടെയൊക്കെ സഭകളിലുണ്ട്. പിന്നെ കാശും പുത്തനും ചുറ്റുപാടും ഉള്ളതുകൊണ്ട് ഉപദേശിമാരും അവരോടാരും ഒന്നും പറയത്തുമില്ല. കാരണം വല്ലപ്പോഴും അവർ വെച്ചിട്ട് ദോത്ര കാഴ്ച കൊടുക്കുന്നതാ. കാശ് കണ്ടമാനമുള്ള തള്ളയ്ക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ തള്ള വേണമെങ്കിൽ പോവും. സ്തോത്രം. മനസ്സിലായോ? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ യോജിച്ചാൽ ഇത് ഉപേക്ഷിച്ചതൊന്നും മണ്ടത്തരമല്ല. അല്ല, ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾ വിട്ടത് അബദ്ധമൊന്നുമല്ല. വേർപാട് പാലിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട്. നിങ്ങളുടെ ഉറപ്പിന് പറയുക. ഇപ്പം അതൊന്നും പറഞ്ഞാൽ പ്രസക്തമല്ല, എന്നാലും അങ്ങ് പറയാം. നമ്മൾ മീശയല്ല വിഷയം, എന്നാലും ഒരു വ്യത്യസ്തരായിട്ടൊക്കെയാണല്ലോ ജീവിക്കുന്നത്. അത് മീശ പഠിച്ചതൊന്നും മണ്ടത്തരമൊന്നുമല്ല. നാട്ടുകാർ പറയും കരിക്കിൻ്റെ മോന്ത എത്തിയ പോലാന്ന്. അങ്ങനെ ഇരിക്കട്ടെ. അല്ല, നമ്മളിത് കേൾക്കേണ്ടവരാ. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ലെന്നല്ലേ പുസ്തകത്തിൽ. സ്തോത്രം. ആക്ഷേപിക്കും. അല്ല, ഈ മാർഗം ആക്ഷേപത്തിൻ്റെതാ. പരിഹസിക്കും, കളിയാക്കും. അത് സഹിക്കണം. ഇതൊക്കെ അവസാനം സഹിച്ച് നിൽക്കണം. അതുകൊണ്ട് ഉപേക്ഷിച്ചത് വേണ്ടാന്ന് വെച്ചതൊന്നും മണ്ടത്തരമല്ല, അബദ്ധമൊന്നുമല്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ വിട്ടില്ലേ, അത് അബദ്ധമൊന്നുമല്ല. മരണവീട്ടിൽ പോകണം, ദുഃഖത്തിൽ പങ്കുചേരണം. അത് കഴിഞ്ഞുള്ള ഒരു ചടങ്ങിനും പോകരുത്. കാരണം ആ ചടങ്ങ് കൊണ്ടൊന്നും ഒരു പ്രയോജനവും. തന്തയും തള്ളയും ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മ കൊടുക്കാത്ത നീ അത്ത് കഴിയുമ്പോൾ കമന്ന് കിടക്കുക, അമ്മച്ചിയെ തരത്തില്ല. എന്നതിന്? എടാ, ജീവിച്ചിരിക്കുമ്പോൾ ചെന്നൊരു ഉമ്മ കൊടുക്കണ്ടേ? ഉമ്മ കൊടുക്കുമ്പോൾ തള്ളക്കറിയാം മോനാ തന്നെന്ന്. പഠിക്കുമ്പോൾ പോലെ കിടക്കും. അന്നേരം മോത്ത പിടിച്ച ഭിത്തിയിലോട്ടങ്ങ് ഒരയ്ക്കണം. ജീവിച്ചപ്പോൾ തന്തയും തള്ളയുടെ അന്വേഷിക്കാത്ത, സംരക്ഷിക്കാത്ത നീ ഉമ്മ കൊടുക്കാൻ ചെല്ലുമ്പോൾ പാസ്റ്റർമാർ ഞങ്ങൾ പറയും, ഇനി അന്ത്യചുംബനത്തിനുള്ള അന്നേരം പമ്മി എടുത്ത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണ്ടേ? ഞാൻ മരണ വീടുകളിലൊക്കെ പറയും, ജീവിച്ചിരിക്കുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് കൊടുത്ത അമ്മ മാറുമറയ്ക്കും, അപ്പനെ തലയെ കെട്ടുകയോ തോളലിടുകയോ ചെയ്യും. ജീവിച്ചിരിക്കുമ്പോൾ തൂവാലയ്ക്ക് പോലും ഉപകാരമില്ലാത്ത നീയെ അപ്പനും അമ്മയും ചത്ത് കിടക്കുമ്പോൾ പെന്തിക്കോസുകാർ വെള്ളത്തുണി, സമുദായക്കാർ ശോശപ്പ, കീശപ്പ, ഹൈന്ദവർ പട്ട്, ചുമന്നത് പച്ച. എന്തിനാടാ ഇങ്ങനെ? ജീവിച്ചിരിക്കുമ്പോൾ പട്ടും വേണ്ട, കിട്ടും വേണ്ട, പുട്ടും വേണ്ട. ഒരു തോർത്ത് കൊണ്ട് കൊടുക്കരുതായിരുന്നോ? ശരിയാന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും, നിങ്ങൾ അതിനപ്പുറത്തെ ആയിരിക്കും. പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പം അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കുകയല്ല. മരിച്ചു കഴിയുമ്പോൾ നാട്ടുകാർക്കെല്ലാം ഇത് കഴിഞ്ഞ് ബണ്ണ്, അല്ല പപ്സ്, പഴം, പിന്നെ ഉഴുന്നുവട. എന്നാളൊരു നല്ല 5 പാക്കറ്റ് എടുത്ത് വണ്ടിക്കകത്തിടുന്നു. ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടല്ലോ. ഇത് 3 പാക്കറ്റ് കൊണ്ട്. ഞാൻ തമാശ പറഞ്ഞതല്ല. എന്തിനാ ഇത്? നാട്ടുകാർക്ക് ഇതെല്ലാം കൊടുത്തിട്ട് എന്തോ ചെയ്യാനാ? ഈ തന്തയെന്നെല്ലാം ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കണ്ടായോ? അത് കൊടുക്കുകയല്ല. എന്നിട്ട് അവിടെ മുതൽ പപ്സ് നിന്ന് ചെറിയുടെ അവിടെ എല്ലാം പപ്സിൻ്റെ ദേഹത്തെല്ലാം വീണ് വണ്ടി എന്തോ നാശമാണെന്നറിയാം. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. ദൈവത്തിന് മഹത്വം. മരിച്ചു കഴിഞ്ഞ് എന്ത് ചെയ്തിട്ട് ഏക്കുകയല്ല. ധനവാൻ മരിച്ചു, യാതന സ്ഥലത്ത് എന്ന് കിടന്ന പുള്ളി അവിടെ കിടന്ന് മേളിലോട്ട് നോക്കിയപ്പോൾ ലാസർ അവിടെ അബ്രഹാം പിതാവിൻ്റെ അവിടെ കിടന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളി മേളിലോട്ട് നോക്കിയത്. ആ നോട്ടം ജീവിച്ചിരിക്കുമ്പോൾ നോക്കുമായിരുന്നേ രക്ഷപ്പെട്ടേനെ. ചത്ത് കഴിഞ്ഞ് മേപ്പോട്ട് നോക്കിയാലെന്നാ, കീപ്പോട്ട് നോക്കിയാലെന്നാ. പുള്ളി എന്നിട്ട് അവിടെ കിടന്ന് പറയുക പുള്ളി ഇങ്ങോട്ടൊന്ന് വിടാൻ. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് ഷട്ടിലടി ഇല്ലെന്ന് പറഞ്ഞ്. അന്ന് ഇവിടുത്തെ TT ടൗൺ ടു ടൗൺ
ഇവിടെ തീറ്റയില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെ നടക്കുകയല്ലെന്ന് പറഞ്ഞു. വിടാനൊക്കത്തില്ല. ഉടനെ പുള്ളി പറയാം, അങ്ങനെ തന്നെ ഞങ്ങളുടെ വീട്ടിലോട്ടൊന്ന് വിട്ടേക്കാൻ. യാതന സ്ഥലത്തോട്ട് വിടാനാ ആദ്യം പറഞ്ഞത്. ഞാനിവിടെ കിടന്ന് യാതന അനുഭവിക്കുക, നീറ്റലും പോച്ചിലും എടുത്തിട്ട് എനിക്ക് പയ്യാന്ന് പറഞ്ഞു. പുള്ളി ഇങ്ങോട്ട് അറ്റ വന്ന് എന്തോ ഒരു ലോജിക്കുമില്ല. ഈ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി ഈ യാതനാ സ്ഥലത്ത് വന്നാൽ വെള്ളം കാണുമോ? ഈ വിടലത്തരം പറയുന്നതിനൊരു അതിരില്ലേ? വിരലിൻ്റെ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവന്നാൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കി ഇച്ചിരി കൊടുക്കാമെന്ന്. വിരലിൻ്റെ അറ്റം മുക്കി വെച്ച് കിടക്കുന്നത് യാതന തീയ, ഈ വെള്ളം നിൽക്കുമോ? ഒക്കുകയിലും ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമല്ല പറഞ്ഞങ്ങ് പഠിപ്പിക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞ് അങ്ങനെ വരവ് നടക്കുകയല്ല. എന്നാൽ ഞങ്ങളുടെ വീട്ടോട്ടൊന്ന് വിട്ടേക്കാം. അതിന് 5 ബ്രദേഴ്സുണ്ട്, അവരിങ്ങോട്ട് വരരുത്. പുള്ളിക്ക് ഒരു നല്ല മനസ്സുണ്ട് കേട്ടോ. അയാൾ എനിക്കോ ഇത് പറ്റി, അവരിങ്ങോട്ട് വരരുത്. സ്തോത്രം. ലാസറിനെ വിട്ട. അപ്പോൾ പറഞ്ഞ ലാസറിനെ വിടുകയില്ല, അവിടെ വേറെ പ്രവാചകന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പരസ്യയോഗം നടത്താൻ ആളുണ്ട്, ഇതുപോലെ സുവിശേഷ യോഗം നടത്തുന്നുണ്ട്, ലഘുലേഖ തരുന്നുണ്ട്, അതൊക്കെ മേടിച്ച് ഗുണമായാൽ മതി. അല്ല, ലാസറിനെ വിട്ടേച്ച് എൻ്റെ ചായമാരെ ഇങ്ങോട്ട് കയറ്റുന്നില്ല. അപ്പോൾ അത് ചത്ത് കഴിഞ്ഞാൽ പുള്ളി മേളിലോട്ട് നോക്കിയത്. ആ നോട്ടം ജീവിച്ചിരിക്കുമ്പോൾ നോക്കുകയായിരുന്നു, രക്ഷപ്പെട്ടേനും. അതുകൊണ്ടാണ് ഇന്ന് രാത്രി അവസരം ദൈവം തരുന്നത്. മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടോ പ്രസംഗിച്ചിട്ടോ പാടിക്കിട്ടോ ഒന്നും സ്വർഗത്തിൽ പോവുകയല്ല. ഇതൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പിക്കണം. സ്തോത്രം. മരിച്ചു കഴിഞ്ഞേച്ച് ഞങ്ങൾ ഉപദേശിമാർ പ്രസംഗിച്ചോ പാടിയോ നിരണൻ രാജനെ ഇറക്കുവോ, അല്ലേ നിങ്ങളുടെ ടീമിൻ്റെ പേരെന്നെ ബ്ലെസ്സിങ് വന്നാലൊന്നും, ബ്ലെസ്സിങ് നല്ലതാ, പക്ഷേ സ്വർഗത്തിൽ പോകുക നടക്കുകയല്ല. അവരുടെ കാര്യം തന്നെ ഇപ്പം എങ്ങനെയാണെന്നുള്ളതായിരിക്കും. അപ്പം ഒരു കാര്യം, ഞങ്ങൾ സെൻട്രൽ പാസ്റ്റ് വന്നതുകൊണ്ടോ ഒന്നും സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പിക്കണം. അതിന് ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക. യേശു ക്രിസ്തു ഏകരക്ഷകനായ, യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. 5 പൈസ കൊടുക്കേണ്ട കേൾക്കുന്ന ഇടത്തിന് നിന്ന് രാത്രി യേശുവിന് ഹൃദയം കൊടുത്ത് യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് വേണം ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ. അപ്പോൾ എബ്രായ വിശ്വാസികൾ ക്ഷീണിച്ചു. ഇവരെ വിട്ടുപോകുന്നത് അബദ്ധമായി. അത് ക്ഷീണിച്ചപ്പോൾ ഇവരെ ഉറപ്പിക്കാൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. ഓരോ അധ്യായത്തിലും ക്രിസ്തുയേശു ശ്രേഷ്ഠനെന്ന് തെളിയിച്ചു. അങ്ങനെ തെളിയിച്ച് 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏകയാഗത്താൽ സദാകാലത്തേക്കും പാപപരിഹാരം വരുത്തിയ നസറയനാകുന്ന യേശു ക്രിസ്തു, ഏകയാഗത്താൽ സദാകാലത്തേക്കും സകല മനുഷ്യനും പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവൻ വെളിപ്പെട്ട നസറയനാകുന്ന യേശു ക്രിസ്തു, ആ ക്രിസ്തുവിനെ തെളിയിച്ചിട്ട് 19-ാമത്തെ വാക്യം മുതൽ ഇനി വായിച്ചേ മോളെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത്. ശ്രദ്ധിക്കുക, ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആ വിശ്വാസത്തിന്റെ പൂർണ്ണത ചെയ്യുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അപ്പോൾ അടുത്ത് വരാൻ ആഹ്വാനം ചെയ്യുമ്പോൾ ഇവരകന്ന് നിൽക്കുക. ഞാൻ ഓർപ്പിച്ചല്ലോ, ഒരു കാലത്ത് ഇവരടുത്ത് നിന്നവരാ. ദൈവത്തോടും ദൈവസഭയോടും ദൈവവചനത്തോടും കൂട്ടായ്മയോടും അടുത്ത് നിന്നവരാ എബ്രായ ക്രിസ്ത്യാനികൾ. അതിന് തെളിവിന് 2 വാക്യം വായിച്ചോ. 10-ാം അധ്യായത്തിന്റെ 34 മുതൽ വായിച്ചേ മോളെ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ 32 മുതൽ വായിച്ചോ. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം ആരംഭകാലം. അപ്പൊ ആരംഭകാലമായി ഇവരുടെ ആരംഭകാലം എങ്ങനായിരുന്നു? പ്രകാശനം ലഭിച്ച എന്ന് പറഞ്ഞാൽ സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തുവാ, ദിവ്യ വെളിച്ചം യേശു ക്രിസ്തുവാ. ഇരുള് മൂടിയ പാപാന്തകാരമായ ഈ ലോകത്തിൽ സാക്ഷാൽ വെളിച്ചം അവൻ നസറയനാകുന്ന യേശു ക്രിസ്തുവാ. അതാണ് സുവിശേഷം. ആ സുവിശേഷമാകുന്ന വെളിച്ചമാകുന്ന യേശു ക്രിസ്തു ഉള്ളത്തിലേക്ക് വന്നു. അതാ, എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു മാവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർക്കണം. പൂർവകാലം, ആരംഭകാലം വളരെ പീഡകളും നിന്ദകളും കഷ്ടങ്ങളും ഒക്കെ സഹിച്ച് ഈ മാർഗത്തിന് വേണ്ടി നിന്നവരാ. അല്ല,
സഭയുടെ ആരംഭകാലമൊക്കെ ഓർത്ത് എന്ത് പോരാട്ടങ്ങളിൽ കൂടിയാണ് ഇത് മുന്നോട്ട് വന്നേ. പണ്ട് കാലത്തൊക്കെ എനിക്ക് ഒത്തിരി അനുഭവമില്ല, അനുഭവിച്ചവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പാട്ട കൊട്ടി കളിയാക്കുമായിരുന്നു, പക്ഷെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയില്ല. ഒരു ദേശത്ത് ഈ മാർഗത്തിന് വേണ്ടി നിന്നവരെ എല്ലാവരുടെ ഒന്നിച്ച് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. ചിലരെ, എല്ലായിടത്തും അല്ലെങ്കിലും മിക്കവരെ പന്തി നിറക്കി വിട്ടിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്, പലർക്കും ഉപദ്രവങ്ങളും ഏറ്റിട്ടുണ്ട്. പക്ഷെ അതെല്ലാം സഹിച്ചു വരും നിന്നെന്നുള്ളതാണ്. ആദിമസഭയുടെ ചരിത്രം ചിന്തിച്ച് പഠിച്ച് എന്തെല്ലാം ഉപദ്രവങ്ങൾ, എന്തെല്ലാം പീഡകളാ. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. അപ്പൊ പൂർവ്വകാലം ഇങ്ങനെ ഈ മാർഗത്തിന് വേണ്ടി ഒത്തിരി അപമാനം, നിന്ന, ആക്ഷേപം സഹിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്നും ഇങ്ങനെ അപമാനവും ആക്ഷേപവും നിന്നെ സഹിച്ചു നിൽക്കുന്ന പലരുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. മാത്രമാണോ 6-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചേ. ആരംഭകാലം എങ്ങനെ ആയിരുന്നു? വായിച്ചേ മോളെ. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും 6:1 മുതൽ കേൾക്കാൻ സുഖമുള്ള കാര്യമല്ല പറഞ്ഞത്. ചുട്ടുകളയണമെന്നൊക്കെയാ പറഞ്ഞത്. ഭാഗത്തേക്ക് പോകുന്നില്ല. ഇങ്ങനെയൊക്കെ ഞങ്ങൾ പറയുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച്. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. അടുത്തത്, ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. അപ്പൊ ആരംഭകാലത്ത് ഈ അപരാധ ക്രിസ്ത്യാനികൾ കഷ്ടം സഹിച്ചവരാ, നിന്ന സഹിച്ചവരാ, പോരാട്ടം സഹിച്ചവരാ, ഉപദ്രവങ്ങൾ സഹിച്ചവരാ. മാത്രമാണോ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കാൻ വളരെ താല്പര്യവുമാണ്. പഴയ ബെന്തിക്കോസുകാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, 2 കോഴി മുട്ടയിട്ടാൽ, കടിഞ്ഞു കോഴിയാ മുട്ടയിട്ടാൽ കൊച്ചുങ്ങൾക്ക് കൊടുക്കത്തില്ല. ഈ ലഘുലേഖയൊക്കെ കൊടുത്ത് സുവിശേഷമൊക്കെ പറഞ്ഞു വരുന്ന ഉപദേശിമാരുടെ തലവട്ടം കാണുമ്പോൾ അതുങ്ങൾക്ക് പുഴുങ്ങി കൊടുക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അന്നൊക്കെ പരാധീനതയും വിശപ്പും ഒക്കെ ഉള്ള കാലമാണ്. എന്നാലും പിള്ളേർക്ക് കൊടുക്കല. പഴയ അമ്മച്ചിമാർ ആ കടിഞ്ഞു കോഴിയുടെ മുട്ട എന്ന് പറഞ്ഞാൽ ചെറുതാ, മുഴുത്തതല്ല. അത് പാത്ത് വെക്കും, അരിക്കകത്തോ ഉമിക്കകത്തോ പാട്ടയ്ക്കകത്തൊക്കെ പാത്ത് വെക്കും, അരിപ്പട്ടിക്കകത്തൊക്കെ. എന്നുവെച്ച് ഉപദേശിമാരൊക്കെ അതിൽ യാത്ര ചെയ്തൊക്കെ വരികയാണെങ്കിൽ അതുങ്ങളെ അങ്ങോട്ട് ഇരുത്തി തിണ്ണാൽ സ്റ്റൂളും കസേരയും ഒന്നും ചില വീട്ടിൽ കാണുകയില്ല. പായോ തടുക്കോ പനമ്പൊക്കെ ആയിരിക്കും, അങ്ങോട്ട് ഇരുത്തും. എന്താ വെച്ചാൽ കട്ടൻ കാപ്പി, ചിലപ്പം മധുരം ഒന്നും കാണുകയില്ല. പഞ്ചസാരയൊക്കെ പിന്നീടല്ലേ വന്നേ. പണ്ടൊക്കെ ചക്കയുടെ ഒരു കഷണവും കട്ടനുമാണ്. ഇതിലൊരു കടി, ഒരു കൂടിയല്ല 2 കൂടി കുടിക്കണം. ഒരേ കടിക്ക് ഒരേ കൂടി കുടിച്ചാൽ ചക്കര തീർന്നു പോകും. അപ്പം അന്ന് പഞ്ചസാരയൊന്നുമില്ല. ഇപ്പം പിന്നെ എല്ലാവരുടെയും കൈ പഞ്ചസാര ഇഷ്ടം പോലെ ഉണ്ട്. യോഗം കഴിഞ്ഞ് വേണേൽ വിൽക്കാൻ വരെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇരിപ്പ് കാണുമ്പോൾ അറിയാം, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അന്ന് ഇത് വലിയ ദാരിദ്ര്യമൊക്കെ ഉള്ള കാലമാണ്. അപ്പം ദൈവദാസന്മാരൊക്കെ വരുമ്പോൾ ഈ കട്ടന് വനത്തിൽ കൊടുത്താൽ മുട്ടയും കൊടുക്കും. പണ്ടൊരു ഉപദേശി, പേരൊന്നും പറയുന്നില്ല, ചെന്നപ്പം ചില കഴിക്കുന്നയാളാണ്, പേര് പറയുന്നില്ല, പേര് പറഞ്ഞാൽ മോശമല്ലയോ, ബ്രാം പാസ്റ്റർക്ക് അറിയാം. അപ്പം പുള്ളിയുടെ സ്ഥിതി അനുസരിച്ച് 8-10 മുട്ട പുഴുങ്ങി കൊടുത്തു. അപ്പോൾ പുള്ളി സ്തോത്ര കർത്താവേ ഇതെന്തുള്ളൂ, കടല കുറയ്ക്കും പോലെ ഇതെന്തുള്ളൂ. അപ്പം എന്തായാലും അന്ന് അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പോലും കൊടുക്കാതെ സുവിശേഷത്തെ സ്നേഹിച്ച് സുവിശേഷകരെയും സുവിശേഷ വേലയും ആദരിച്ച അനേക കുടുംബങ്ങളുണ്ട്. ഇടയ്ക്ക് കയറി പറയാ, അവരെ ഒന്നും ദൈവം മറന്നിട്ടില്ല, അവരുടെ സന്തതികളെയും ദൈവം മറന്നിട്ടില്ല. ദൈവത്തിന് മഹത്വം. അത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാന്നേലും ഹൈന്ദവ സ്നേഹിതന്മാർ അങ്ങനെ സഹായം ചെയ്തവരുണ്ട്. മുസ്ലിം സ്നേഹിതന്മാർ അങ്ങനെ സുവിശേഷത്തെ സ്നേഹിച്ച് സഹായം ചെയ്തവരുണ്ട്. എന്തിനേറെ നിരീശ്വരവാദികളുണ്ടല്ലോ, ദൈവം ഇല്ലെന്ന് പറയുന്ന മാനുഷികമായ ചില കടപ്പാട്. എത്രയോ പേര്. പക്ഷെ ഒരു കാര്യം പറയാം, അവരെ ആരെയും ദൈവം മറക്കത്തില്ല. അത് മറന്നു കളയുവാൻ നാം സേവിക്കുന്ന ദൈവം അനീതിയുള്ള ദൈവമല്ല. എൻ്റെ ബഹുമാന്യരെ, കർത്താവിൻ്റെ വേലയ്ക്ക് 10 രൂപ കൊടുത്താൽ, പച്ചവെള്ളം കൊടുത്താൽ അതൊന്നും ദൈവം മറന്നു കളയത്തില്ല. മലാക്കി പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവിടുത്തെ സന്നിധിയിൽ സ്മരണയുടെ പുസ്തകമുണ്ട്.
അതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ നിവർത്തി നോക്കും, നിനക്ക് കൃത്യം പ്രതിഫലവും തരും. അപ്പോൾ ആരംഭ കാലത്ത് ഇവരെല്ലാം തീഷ്ണതയോടെ നിന്നവരാ. എന്നാൽ ഇടക്കാലത്ത് ഇവർ പിന്മാറിപ്പോയി, പുറകോട്ട് പോയി. അങ്ങനെ പുറകിപ്പോയി നിൽക്കുന്ന എബ്രായ ക്രിസ്ത്യാനികളോട് പൗലോസ് പറയുക, ആമേൻ, നിങ്ങൾ ഇന്ന് രാത്രി അടുത്തു വാ, ധൈര്യത്തോടെ അടുത്തു വാ. അപ്പൊ അടുത്തു വരാൻ പറയുമ്പോൾ അകന്നു നിൽക്കുക. എന്തുകൊണ്ടാണ് ഇവർ അകന്നു പോയത്? 2 കാരണത്താൽ അകന്നു പോയി. 2-3 കാരണം ചൂണ്ടിക്കാണിച്ച് ഇവരെ വിളിക്കുന്നു. വിളിച്ചു വരുന്നവര് 2 വിധത്തിൽ ശുദ്ധീകരണം നടത്തി വേണം അടുത്ത് വരാൻ. ഇതാ ഈ കണ്ണികക്കകത്തെ വിഷയം. അപ്പോൾ ഇവർ അകന്നു പോയവരെ പൗലോസ് വിളിക്കുക, അടുത്ത് വാ, യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വാ. അതിനാ ആർക്കും വരാം യേശുവിൻ്റെ അടുക്കൽ. ഏത് പ്രായത്തിലുള്ളവർക്കും യേശുവിൻ്റെ അടുക്കൽ വരാം. കൊച്ചു കുഞ്ഞിന് വരാം യേശുവിൻ്റെ അടുക്കൽ, കുഞ്ഞു പിള്ളേർക്ക് വരാം. 8 വയസ്സുള്ളതും 10 വയസ്സുള്ളതും 12 വയസ്സുള്ളതും 20 വയസ്സുള്ളതും യൗവനക്കാരിക്കുമെല്ലാം യേശുവിൻ്റെ അടുക്കൽ. ഈ കർത്താവ് വീട്ടിൽ വന്നപ്പോഴല്ലയോ മറിയ സ്വച്ഛജടാംശി തൈലമെടുത്ത് തൃപ്പാദത്തിൽ ഒഴിച്ചത്. യൗവനക്കാരിയാ. യേശു ഉടനെ കാല് മാറ്റുകയല്ലായിരുന്നു. ചാണ്ടിച്ചാൻ ഇരുത്തി ഒരു അത് കാലുമടക്കി അടിക്കുകയായിരുന്നു. എന്നോടാരും പറഞ്ഞു എൻ്റെ കാലേ കയറിത്തോടെ. യേശു കാലുമടക്കി അടിച്ചില്ല, കാല് മാറ്റിയില്ല. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞ്, അവളെ തടയരുതെന്നാ പറഞ്ഞ്, അവളെ തടയരുതെന്ന്. അതാ യേശു. യൗവനക്കാരത്തേക്ക് വരാം, പിള്ളേർക്കും വരാം. പിള്ളേർ വന്നപ്പം വലിയവർ വിലക്ക് പോച്ചനെ യേശുവിൻ്റെ അടുക്ക് ഇപ്പോഴാണ് വരുന്നത്. കർത്താവ് പറഞ്ഞു, അവരെ തടയരുത്, നീ വിടാൻ പറഞ്ഞു. അവരെ എൻ്റെ അടുക്ക വിടും. സ്തോത്രം. ഒരു തള്ളയാന്നെ പനിച്ച് കിടക്കുക. യേശു ദൂരെ നിന്ന് ഫലസിക്കുന്നില്ല, തൊട്ടെന്നാ. തൊട്ടു. പത്രോസിൻ്റെ അമ്മായിയമ്മ തൊട്ടു, അന്നേരം പനി വിട്ടെന്നുള്ളതാ. അല്ല, തൊട്ടടനെ യേശു പിന്നെ 2 ആഴ്ച പനിയായിട്ട് കിടക്കുകയല്ലായിരുന്നു. ഞാൻ ആ ശുശ്രൂഷ ചെയ്തേ പിന്നെ ഞാൻ പൊങ്ങിയിട്ടില്ല. അത് ആ പനിക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. പിന്നെ എനിക്കും അങ്ങ് ചീറ്റലും. നമ്മളങ്ങനല്ലേ പറഞ്ഞ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചതാണ്. ഞാനും 2 ദിവസമായിട്ട് അടിഞ്ഞു പോയി. യേശു അങ്ങനൊന്നും പറഞ്ഞില്ല. പത്രോസിൻ്റെ അമ്മായിമ്മ തൊട്ട് എൻ്റെ പൊന്നച്ചാ ഞാനും അടിഞ്ഞ് 2 ആഴ്ചയായിട്ട് യോഗത്തിനൊന്നും. തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യമാണ്. രക്തസ്രവക്കാരിക്ക് വസ്ത്രത്തിന് തൊങ്ങല് തൊട്ടിട്ടപ്പെന്ന് അവൾക്ക് സൗഖ്യം. വന്നവർക്കെല്ലാം വിടുതല. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് ഭവാൻ കാഴ്ചയും നൽകി. നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്തോ. പ്രചരോരായി അഞ്ജന അഞ്ചപ്പത്താൻ സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. ആശപാത്രമായ ലോകമാകെ ഉദ്ധരിപ്പതിനെ കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. തക്കയായി മതിച്ചു കുടിച്ചെൽമേ. ദുഷ്കൃതമായി തക്കയായി മതിച്ചു കുടിച്ചെൽമേ. ഇക്കടയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്ക നീ വഹിച്ചതാ. നമിക്കുന്നേ സിയോൻ മണവാളനെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക്. യേശുവിന്റെ അടുക്ക വന്ന സകല ആൾക്കാർക്കും വിടുതല. മരിച്ചവരെ അവിടുന്ന് ഉയർപ്പിച്ചു. ആർക്കും യേശുവിന്റെ അടുക്ക വരാം. അല്ല, ഏത് സമയത്തും വരാം. യേശുവിനെ ഒന്ന് കാണണം. അത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ പുള്ളിയെ കാണാൻ. നമ്മുടെയൊക്കെ സഭാ നേതാക്കന്മാരെ കാണുന്നത് തന്നെ കൊള്ളാം. അപ്പോയിൻമെന്റ് തന്നെ കിട്ടിയാൽ പോരാ. ആ വാതൊക്കെ 1-2 ഗുണ്ടകൾ നിൽപ്പുണ്ട്. എന്നെ കണ്ണടച്ചിരിക്കുന്ന കാര്യമായി പറയുന്നത്. സ്തോത്രം. കുറെ
എന്തുവാ അസ്മാദികളുണ്ടല്ലോ. യേശുവിനോടൊക്കെ ആർക്കും ചെല്ലാം, ഏത് സമയത്തും ചെല്ലാം. എന്നാ ദൈവത്തിന് മഹത്വം. ഏത് സമയം ആർക്കും ചെല്ലാന്ന്, ഏത് വിഭാഗത്തിൽപ്പെട്ടവനും ചെല്ലാം. അല്ലാതെ ഇത് കുറേ ആൾക്കാരുടെ മാത്രമായ യേശു, ഇത് ഞങ്ങളുടെ യേശു അല്ലല്ലല്ല. യേശു മുഴുലോകത്തിൻ്റെ ദൈവമാ. ജാതി മതവും മാർഗവും മരണമൊക്കെ മനുഷ്യനൊപ്പിച്ച ദോഷമാ. ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. ഞങ്ങൾ ഇച്ചിരി കൂടിയതാ, അവർ കുറഞ്ഞതാ, മറ്റവർ ഇച്ചിരി. നിങ്ങൾ വേദപുസ്തകം വിശ്വസിക്കുന്നില്ല, പിന്നെ പറഞ്ഞിട്ട് തന്നെ എടുക്കാനാ. എടാ, വേദപുസ്തകത്തിൽ എഴുതി വച്ചേക്കുന്ന ഈ ലോകത്തിലിരിക്കുന്ന സകല മനുഷ്യനും ഒറ്റ ഒരുത്തൻ്റെയാ. അങ്ങനെ ആ പുസ്തകത്തിൽ എഴുതിയ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. അതുകൊണ്ട് ആരേലും ചിന്തിക്കുക, ഞാൻ ഇച്ചിരി വലിയടത്തയാ, അവൻ താന്നെടുത്തയാ, നീ ഊളത്തരം പറയരുത്. എന്നെ മുഖത്തൊക്കെ ഒരു മ്ലാനത ചിലർക്ക്. വേറെ പുസ്തകം അങ്ങനെയാ പറയാനെ. കുഞ്ചായന് സമാധാനം പറ, സത്യമാണോ ഇല്ലയോ എന്ന്. അങ്ങനെ തന്നെ. അതിനാ കുഞ്ചാന വണ്ടിയെ കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് സത്യം പുള്ളി പറയും. ഈ ഭൂതലത്തിലിരിക്കുന്ന സകല മനുഷ്യനും ഒറ്റ ഒരുത്തന്നെ സന്തതിയാ. പിന്നെ കാലങ്ങൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട്, യുഗങ്ങൾ, ഈ ദീർഘനാളുകൾ കൊണ്ട് മനുഷ്യന്റെ പ്രകൃതിയൊക്കെ മാറി. ഭക്ഷണം, ജീവിതചര്യ, പഠിത്തം, സമൂഹം, അങ്ങനെയൊക്കെ. അല്ലാതെ എല്ലാം ഒറ്റ ഒരുത്തൻ്റെയാ. അല്ലെന്നെങ്ങാനും ഏതായാലും ഒരുത്തൻ പറയാന്ന് ഇപ്പൊ കയറി വന്ന് പറയണം. ഒറ്റ ഒരുത്തൻ്റെ സന്തതിയാ മുഴുവനുണ്ടോ? വേറെ പുസ്തകം അങ്ങനെ. ആ വാക്യം ഒന്ന് വായിച്ച്, പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഞാൻ ഒപ്പിച്ചതാണ്. 17-ാം അധ്യായത്തിലല്ലയോ? വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. 17. മോളെ കണ്ടോ മോളെ? അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 20. ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്നും മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. അങ്ങനെ. അവിടെ ഞാൻ ഓർത്തഡോക്സാ, ഞാൻ റോമൻ കത്തോലിക്കനാ, ഞങ്ങൾ ഇച്ചിരി വലിയ പുള്ളിക്കാരാ, ഞങ്ങൾ പകലോമറ്റമാ, ഞങ്ങൾ ശങ്കരിപുരിയാ, ഞങ്ങൾ കാളികാവാ, ഞങ്ങൾ ആദ്യത്വമുള്ള ബ്രാഹ്മണരാ, ഞങ്ങൾ നായന്മാരാ. ഏനാ നിങ്ങൾ വർത്താനം പറയുന്നത്? ഇങ്ങോട്ട് നോക്ക്. അതങ്ങനെ തന്നെ. ഞങ്ങൾ ക്ഷത്രിയരാ. സകല എണ്ണ ഒറ്റ ഒരുത്തന്നെ സന്തതിയാ. ചൊല്ലി പറഞ്ഞ ഞങ്ങളെ അവരുമായിട്ട് സഹകരിക്കില്ല. മറ്റേ പോടാ ചുമ്മാ. സകല എണ്ണ ഒറ്റ ഒരുത്തിൻ്റെ അന്ന് വേറെ പുസ്തകത്തിൽ ഞാൻ എഴുതിയതാണോ? ഇങ്ങോട്ട് ഇരിപ്പം കണ്ടിട്ട് ഞാൻ അന്തിക്ക് എഴുതിക്കൊണ്ട് ഇങ്ങോട്ട് വന്നാന്ന്. എടാ മഹാഭാവി വിവരദോഷി, ഇത് വേറെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, നീ വലിയ പുള്ളിയാന്ന് ഞെളിയരുത്. ഞാൻ വലിയ പുള്ളിയാന്ന് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാ. ഈ കാണുന്ന സകലതും അഴിഞ്ഞു പോകുന്നതാ. നിന്റെ ധനമോ പ്രതാപമോ കുടുംബമഹിമയോ നിന്റെ സ്ഥാനമോ മാനമോ ഒന്നും നിന്നെ നിത്യതയിൽ എത്തിക്കത്തില്ല. നിത്യതയിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. സകല മനുഷ്യനും ഒറ്റ ഒരുത്തന്നെ സന്തതിയാ. അങ്ങനെ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. ഞാനത് വിശ്വസിക്കുന്ന ആളാ. ഞാൻ അങ്ങനെ ഇടപെടുന്നതും. അല്ലാതെ അവൻ വലിയ പുള്ളിയാ, മറ്റവൻ ചെറുതാ, എല്ലാവനും ഒറ്റ ഒരുത്തൻ്റെ. പിന്നെ കാലക്രമങ്ങൾ കൊണ്ടിങ്ങനെ. ഇപ്പം ഉദാഹരണം, നമ്മൾ തമ്മിൽ ഏതാണ്ട് ഒരേ നിറവാണെന്ന് തോന്നുന്നില്ലയോ? ഇല്ലേ ചാണ്ടിച്ചാ? ഇങ്ങോട്ട് വെച്ച് ഒപ്പം വെച്ചേ നോക്കണം. ഏതാണ്ട് ഒരു നിറമാണ്. പക്ഷേ ഈ നമ്മുടെ നിറത്തിൽ തന്നെയുള്ള ആൾക്കാർ അമേരിക്കയിലുണ്ട്. പക്ഷേ അവർക്ക് ഇച്ചിരി കൂടെ ക്ലേസിങ് ഉണ്ട്. ഇല്ലയോ ചാണ്ടിച്ചാ? എന്നാ ഭക്ഷണക്രമം, ക്ലൈമറ്റ്, ജീവിതചര്യ അതുപോലാണോ നമ്മൾ? കൊള്ളാം. അവർ ചുമ്മാ ഇരിക്കുമ്പോൾ നട്ട്സാ അടിക്കുന്നത്. നമ്മൾ ആഞ്ഞലിക്കൊരു ഓട്ടുപറ വറുത്തേച്ച് പണ്ട് മുറത്തിലിട്ട് നാഴിക്ക് ഉരുട്ടി നമ്മൾ ആഞ്ഞലിക്കൊരു കഴിക്കുമ്പോൾ അവൻ അവിടെ ഇരുന്ന്, അപ്പം തൊലിക്ക് വ്യത്യാസം വരും. നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ അവൻ വ്യത്യാസമുണ്ട്. നമ്മൾ കുട്ടിക്കൂടാ പൗഡർ എടുത്താൽ മൊത്തം പൊതച്ചു തൂത്ത് അവനതാണോ? അപ്പം ഈ ഭക്ഷണക്രമം, കാലാവസ്ഥ, ജീവിതചര്യ, അതുകൊണ്ടൊക്കെ മനുഷ്യൻ്റെ കളറിനും നിലവാരത്തിനുമൊക്കെ വ്യത്യാസം വരും. അത് ദീർഘവർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ്.
അതുകൊണ്ട് ഇവിടെ ഒറ്റയൊരുത്തനും നെകളിക്കണ്ട, ഒറ്റയൊരുത്തനും വലിയവനില്ല. ഈ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് സകല എണ്ണ ഒറ്റയൊരുത്തൻ്റെ സന്തതി എന്ന് വന്നതാ, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ. അതാ ഞാൻ പറഞ്ഞേ, ഈ ജാതിയും വർഗവും വർണ്ണമൊക്കെ മനുഷ്യനൊപ്പിച്ചതാ. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, ദൈവം എല്ലാവരെയും ഇഷ്ടപ്പെടുന്നു. ഇന്ന് രാത്രി ആ കർത്താവ്, ആ ദൈവം സ്നേഹമാ, ദൈവത്തിന് മഹത്വം. അങ്ങനെ ആ സ്നേഹവാനായ ദൈവം ഇന്ന് നിങ്ങളെ മാടി വിളിക്കുക. ഓടിച്ചു മുമ്പോട്ട് പോകാം, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ ആരംഭ സമയത്ത് തീക്ഷണതയോടെ നിന്നു, എന്നാൽ കാലക്രമേണ അകന്നു പോയവര് രണ്ട് കാരണം കാണിച്ച് പറയുക. നിങ്ങൾ അകന്നു പോകാൻ രണ്ട് കാര്യം. ഒന്ന്, ഇവരുടെ ഹൃദയം നല്ലതല്ല, ദുർമനസാക്ഷി. രണ്ട്, ശുദ്ധ ഹൃദയമില്ല. രണ്ട് കാരണത്താൽ അകന്നുപോയി. ഒന്ന്, നല്ലൊരു ഹൃദയം ഇല്ല. നമുക്കും അങ്ങനെ നല്ല ഹൃദയമൊന്നും അതിലെ ചെല്ലു പറഞ്ഞ ഞാൻ ഹൃദയം കർത്താവിന് കൊടുത്തെന്ന്. കൂടെ ആരാധിക്കുന്ന വിശ്വാസിക്ക് 5 സെന്റ് സ്ഥലമില്ല. അപ്പം തന്നെ കൂടെ ആരാധിക്കുന്ന അവറാച്ചന് 5 ഏക്കർ വസ്തു കിടക്കുക. 5 ഏക്കറിൽ നിന്റെ കൂടെ ഇരുന്ന് ആത്മാവിലാകുമ്പോൾ അവൻ്റെ വാരിയലിട്ടല്ലേ മുട്ടുന്നേ. അതെങ്കിലും ഓർത്ത് മാപ്പിളയും പെമ്പളയും കൂടെ ഒരു പിള്ളേരോട് ചോദിച്ചേച്ച്, ആട്ടടാ നമ്മുടെ കൂടെ ആരാധിക്കുന്ന സഹോദരന് അവനൊരു 5 സെന്റ് സ്ഥലം കൊടുക്കാമെന്ന്. അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, ധാരാളം ആൾക്കാരുണ്ട്, കൊടുത്തവരുമുണ്ട്. നമ്മുടെ കടന്നുപോയ പുതുവാക്ക കുഞ്ഞപ്പിച്ചായനെ ഒരു ഏരിയ മുഴുവൻ മേടിച്ച് കൊടുത്തു. ഈയിടെ നമ്മുടെ റിയ ട്രാവൽസിലെ തമ്പിച്ചായനെ കൊടുത്തു, മാലി തോമാച്ചായനെ കൊടുത്തു. നിലമ്പൂരിൽ നമ്മുടെ ഒരു പ്രിയപ്പെട്ട 1 ഏക്കർ ഒന്നോ അത് കൂടുതലാണ്. അങ്ങനെ കൊടുക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല. ഇവിടെയും ചിലർ കാണും. എന്നാൽ സിംഹഭാഗം ആൾക്കാരും അതിന് അവരുടെ കുഴപ്പമില്ല, അവർ ഹൃദയം കർത്താവിന്. അതുകൊണ്ടാണ് യോഗം കഴിഞ്ഞാൽ ഒരു കുഞ്ഞുങ്ങളെ പോലും വണ്ടിയെ പോലും കയറ്റാതെ പോകുന്ന ആൾക്കാരുണ്ട്, ഉണ്ട്. കാരണം ഹൃദയം. പിന്നെ ഈയിടെ ഞാൻ ഒരു മരണ വീട്ടിലോട്ട് പോവുക. ഞാൻ മരണ വീടുകളിൽ കഴിവിൻ്റെ പരമാവധി പോകും. അത് ചെറിയവരെന്നോ വലിയവരെന്നോ ഇല്ല, പോകും. ചില ആൾക്കാർ വലിയവരുടെ വീട്ടിൽ മാത്രമേ അങ്ങനുണ്ട്, അവിടെ മാത്രം തപ്പി വരുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സകല കേസും എടുക്കും. പിന്നെ സകല കേസും. ഈയിടെ ഞങ്ങൾ തള്ള കാണാൻ പോയപ്പം ആരുമില്ല, ഞങ്ങൾ രണ്ടും കൂടെ പോയിരുന്നങ്ങ് പാട്ട് പാടി. അന്ന് 8 അടക്കത്തിനാണ് ഞങ്ങൾ പോയത്. അപ്പോൾ പോയപ്പം ഞാൻ പറഞ്ഞു, ശുപാഷ് നമുക്ക് ഇന്നടുത്ത് കുട്ടിയമ്മക്കൊച്ചമ്മ വരച്ച് അങ്ങോട്ട് പോകണം, തലേന്ന് ഡെഡ് ബോഡി കൊണ്ടുവന്നെന്നാണ് കേട്ടത്, പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വെളുപ്പിനെ പോയി. പിന്നെ വേറെ 7 സ്ഥലത്തൂടെ പോകണം. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സഭയെ യോഗത്തിനും വന്ന് തീരുന്നതിന് മുന്നേ കയറണം. ഞങ്ങൾ ചെന്നപ്പം തള്ള തന്നെ കിടക്കുക, ആരുമില്ല. ഒരു ചെറിയ വീടാണ്. അപ്പോൾ അതുങ്ങൾ പാവത്തുങ്ങൾ രാത്രി മുഴുവൻ ഇരുന്നേച്ച് പല്ല് തേക്കാനെങ്ങാണ്ട് പോയ സമയത്താണ് ഞങ്ങൾ കയറി ചെന്നപ്പോൾ ആരുമില്ല, വാസുമില്ല, മക്കളുമില്ല. അവർ ചെറിയ കിടപ്പാ. ഞാൻ പറഞ്ഞു നമുക്ക് പാടും. ഞങ്ങൾ 3-4 പാട്ട് തന്നെ ഇരുന്ന് അങ്ങ് പാടി. പാട്ടിൻ്റെ ശബ്ദം കൊണ്ടിട്ട് വലു തേക്കുന്ന ബ്രഡിട്ട് ചോടി പറയും, അയ്യോ വാസപ്പ് വന്നെന്ന്. പിന്നെ അവരൊക്കെ നിന്ന് അങ്ങനെ എല്ലായിടത്തും പോകും കേട്ടോ. അത് കക്ഷി പക്ഷ വർഗ ഏത് എവിടെയും പോകും. ഹിന്ദുവൊന്നുമില്ല, മുസ്ലിം അങ്ങനൊന്നുമില്ല. സമയം കിട്ടിയാൽ കണ്ടെത്തിപ്പോവും. അടുത്ത കാലത്ത് ഞങ്ങൾ ഒരു കൺവെൻഷൻ കഴിഞ്ഞ് സ്ഥലപ്പേര് മറന്നു, പുറ്റടി കൺവെൻഷൻ കഴിഞ്ഞ് വരിക 12 മണിയോളമായി. അപ്പം വണ്ടി ഇങ്ങോട്ട് വിട്ട് വന്നപ്പം ഒരു മരണ വീട് മെയിൻ റോഡ് സൈഡിൽ കുമളിക്കിപ്പുറം. ഞാൻ പറഞ്ഞു വണ്ടി നിർത്ത്. അപ്പം എന്നോട് ബിബിൻ ചോദിച്ചു, ആരേലും പാട്ടാ, മരണ വീടില്ലയോ, കയറാം, മനുഷ്യനല്ലേ. വണ്ടി നിർത്തിയപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു 100-150 പേരുണ്ട്. രാത്രി ആന്നില്ല, അവരെല്ലാം ഇരിക്കുക. ഞാൻ ഇറങ്ങുന്ന കണ്ടോ, അയ്യോ പാസ്റ്റർ പറഞ്ഞ കാവാലം പാസ്റ്റർ. അപ്പോൾ അവർ മലങ്കര കത്തോലിക്കര, നല്ല മനുഷ്യർ. അപ്പോൾ അതിൽ ആ സഭയുടെ പ്രധാനപ്പെട്ട ഒരു അപ്പച്ചൻ പറഞ്ഞു, എടാ പുതിയ പാസ്റ്റർ വന്ന് മൈക്കെടുത്ത് കൊടുക്ക്, പ്രസംഗിക്കട്ടെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ചായ 12:30 രാത്രി പാസ്റ്റർ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതല്ലേ പാസ്റ്റർ പ്രസംഗിക്കാൻ. പിന്നെ ഞാൻ അവർ നിർബന്ധിച്ചത് കൊണ്ട് 100 പേരുണ്ട്. പിന്നെ ശബ്ദം കേട്ട അപ്പുറത്തുകാരെല്ലാം ഓടി വരികയും ചെയ്തു. അല്പസമയം തന്ന കൃപയ്ക്കനുസരിച്ച് സംസാരിച്ചു. അങ്ങനെ പോകും. അത് സഭയൊന്നും നോക്കുകയല്ല. ഞാൻ ചില മരണ വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് എങ്ങനെയാ ബന്ധം നോക്കിയാണോ പോകുന്നത്? എടാ, വേറെ പുസ്തകത്തിൽ എഴുതിയേക്കുന്ന വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ അനുഭവത്തിൻ്റെ കല്യാണം ഒക്കെ മാറ്റി വെച്ചിട്ട് മരണ വീട്ടിൽ ഞാൻ പോയിട്ടുമുണ്ട്.
കല്യാണത്തിന് ഞാൻ ചിലപ്പോൾ 10 രൂപ കിട്ടുമായിരിക്കും. ഏതാ? അതല്ല വിഷയം. കല്യാണത്തിനും പോകും. അത് വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല, പോകും. അത് പ്രാഗൽഭ്യം ഉള്ളതുകൊണ്ടായി പറയുന്നത് കേട്ടോ. ദൈവത്തിന് മഹത്വം. അല്ല, എല്ലാവരും ഈ വഴി പോകേണ്ടതല്ലേ? ഒരു ദിവസം മരണം നിന്നെ പിടികൂടും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിത സുഹൃത്ത്, മരണത്തിന്റെ തണുത്ത കരം വന്ന് നിന്നെ തപ്പുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. ഓടിച്ചു മുമ്പോട്ട് പോകാം. അവൻ 2 കാരണത്താലായി ഇവർ അകന്നു പോകുന്നത്. 1 ദുർമനസാക്ഷി, 2 നല്ലൊരു ഹൃദയമില്ല. നമുക്ക് മനസാക്ഷി വേണം കേട്ടോ, നല്ല മനസാക്ഷി. ദൈവത്തിന് മഹത്വം. ഒരു പിച്ചക്കാരനാ നിന്റെ വീട്ടിൽ ഉച്ചയ്ക്ക് വരുന്നെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കണം. എല്ലാവരെയും വിശ്വസിച്ച് ചിലപ്പോൾ പെരക്കകത്ത് കയറ്റാൻ ഒക്കത്തില്ല, കാലം അങ്ങനെ. എന്നിരുന്നാലും ഉച്ച സമയത്ത് നിന്റെ വീട്ടിലൊരുത്തൻ വന്നാൽ അവന് ഭക്ഷണം കൊടുക്കണം. വിശന്നാ വരുന്നെങ്കിൽ, രാവിലെയാ വരുന്നെങ്കിൽ അവന് ഉള്ളതിൻ്റെ വിഹിതം കൊടുക്കണം. സ്തോത്രം, സ്തോത്രം. ഇതൊന്നും പ്രസംഗിക്കുന്നതും കേൾക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമല്ല. അവർക്കെല്ലാം ഇങ്ങനെ ഇന്ന് രാത്രി എന്ന് പറയുന്നതാണ് ഇഷ്ടം. ദൈവത്തിന് മകൻ ഇതൊക്കെ ചെയ്യണം. ഞാനെപ്പോഴും പറയും, 10 തേങ്ങ ഇടുമ്പോൾ തൊട്ടപ്പുറം താമസിക്കുന്ന ഹിന്ദുവോ മുസ്ലിമോ അക്രൈസ്തവനോ ആരുമാകട്ടെ, അവന് തെങ്ങും തേങ്ങായില്ലെങ്കിൽ 10 തേങ്ങ ഇട്ടാൽ 1 അവന് കൊടുക്കണം, 1 പെയ്ത്തോമിലോട്ട് 8 എണ്ണം നീ എടുത്താൽ മതി. ഇത് തേങ്ങ അരച്ചൊരു കറി കൂട്ടാനുള്ള യോഗവും ഇല്ല. എന്നാൽ ഒരു കുഞ്ഞുങ്ങൾക്ക് കോഞ്ഞാട്ട പോലും കൊടുക്കാത്ത കുഞ്ഞുകുട്ടിയുണ്ട്. കൊടുക്കുകയല്ല. എടാ, ചക്കയുടെ സീസണൊക്കെ വരുമ്പോൾ ഇഷ്ടം പോലെ ചക്കയല്ലയോ. നിനക്കൊരു ഇന്നാളൊരു തള്ള പറയുന്നത് കേട്ട്, ഓ ചക്കയ്ക്കകത്ത് അരക്കാന്ന്. ഞാൻ പിന്നെ അതിനകത്ത് തന്നെ പാലാന്നോ. ഇതൊന്ന് ഒരുക്കി ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് വലിയ ഇഷ്ടമാണ് ചക്ക വേവിച്ചത്, പക്ഷെ അവൾ ചെയ്ത് തരികയില്ലെന്ന്. അതിൻ്റെ നല്ലയോട് ചോദിച്ചു, നല്ല അരക്കാന്ന്. പുതിയ കണ്ടുപിടുത്തോ ചക്കയ്ക്കകത്ത്. എന്നാ ഇത് ഉണ്ടാക്കുകയില്ല, കൊടുക്കല. എന്നാൽ ആർക്കെങ്കിലും വിളിച്ച് കൊടുക്കണ്ടേ, അതും കൊടുക്കുകയില്ല. ഇത് മുഴുവൻ വീണ് നശിച്ച് ഇങ്ങനത്തെ മുടിയാന്തരം പിടിച്ച് എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? എന്തിനാന്നോ ഇതൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്? എന്തിനിങ്ങനെ ജീവിക്കുന്നത്? നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും അങ്ങനൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. നീ മറ്റുള്ള ഒരു മനസാക്ഷി ഉണ്ടായിരിക്കണം, മനസാക്ഷി വേണം. സ്തോത്രം. 5 ഏക്കർ ഉണ്ടെങ്കിൽ കൂടെ ആരാധിക്കുന്നവന് 1 സെന്റ് ഭൂമിയില്ലെങ്കിൽ ആലോചിച്ചേച്ച് ഒരു 5 സെന്റ് അവന് കൊടുക്കണം. വേണ്ടായോ? അല്ലാതെ ഇങ്ങനെ ഇരുന്ന് 11 KVയെ പിടിച്ച പോലെ യോഗത്തിനിരിക്കുക. എന്തിനങ്ങനെ ഇരിക്കുന്നു? 2 കാരണത്താൽ പുറകോട്ട് പോയി. 1 ദുർമനസാക്ഷി, 2 ശുദ്ധ ഹൃദയമില്ല. ഈ 2 കാരണത്താൽ അകന്നുപോയ ആൾക്കാരെ 3 കാരണം ചൂണ്ടിക്കാണിച്ച് പൗലോസ് അടുത്തോട്ട് വിളിക്കുക. വാക്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. 1, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി ഇവിടെ ഒരുക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അകന്ന് നിൽക്കരുത്, അറച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, മേറി നിൽക്കരുത്. ഇന്ന് രാത്രി നീ യേശുവിന്റെ അടുക്കവാ. നിനക്ക് വേണ്ടി ഒരു വഴി ഇവിടെ ഒരുക്കിയിട്ടിട്ടുണ്ട്. ഈ വഴി ഒരുക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? വഴി ഒരുക്കി പോവാ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു തന്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി ഒരുക്കി. ഗതസമന മുതല് കാൽവറി കൊലക്കളം വരെ അടിയേറ്റ്, ഉപദ്രവങ്ങളേറ്റ്, ആക്ഷേപമേറ്റ്, നിന്നയേറ്റ്, മുൾക്കിരീടധാരിയായി മുഖത്തെ രോമമെല്ലാം പിടിതെടുക്കപ്പെട്ടവനായി കുനിയപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുവിന്റെ മുതുകത്ത് ചാട്ടമാറുകൊണ്ട് പടയാളികൾ ദാക്ഷണ്യം കൂടാതെ അടിക്കുക. കുതിരയുടെ തോല് നാരായി കീറി അതിന്റെ അറ്റത്ത് ഈയക്കട്ടയും ഉൾക്കൊളത്തും ചൂണ്ടലും കൂടെ കൂട്ടിക്കെട്ടി കുനികപ്പെട്ട് നിൽക്കുന്ന ക്രിസ്തുവിന്റെ മുതുകത്ത് അടിച്ച് ഈ ചാട്ട പറിക്കുമ്പോൾ മാംസം പറഞ്ഞ് ഇരുന്ന് പ്രവചനാത്മാവിൽ സങ്കീർത്തനക്കാരൻ കണ്ടോണ്ട് പാടുക, അവിടുത്തെ മുതുക് ഉടവുചാല് പോലെ നീളത്ത് കീറി. അങ്ങനെ ദേഹമെന്ന തിരശീല കീറി ചീന്തി നിനക്കൊരു വഴിയൊരുക്കിയിട്ടിട്ടുണ്ട്. സ്നേഹിത, സുഹൃത്തെ, മാതാവ്, പിതാവ്, എന്നെ കേൾക്കുന്ന മാന്യ സഹോദര, നീ അടിയേക്കേണ്ടത്, നീ
ഉപദ്രവമേൽക്കേണ്ടത്, നീ സഹിക്കേണ്ടത് യേശു ക്രിസ്തു നിനക്ക് വേണ്ടി സഹിച്ച് അവിടുത്തെ ദേഹമെന്ന് തിരശീല ചീന്തി നിനക്കൊരു പുത്തൻ വഴിവരുക്കി. ഒന്നുകുറകെ 39 അടി അവൻ ഏറ്റ് മുൾക്കിരീടധാരിയായി മുഖത്തെ രോമം പിടിതെടുക്കപ്പെട്ടവനായി അവൻ പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ആ തിരുശരീരം നുറുക്കപ്പെട്ട് ചീന്തപ്പെട്ട് കീറപ്പെട്ട് അവൻ സ്തോത്രം ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടിരിക്കുക. അതുകൊണ്ട് അരച്ചു നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്, അകന്നു നിൽക്കരുത്. ഇന്ന് രാത്രി ധൈര്യത്തോടടുത്ത് വാ. നിനക്ക് വേണ്ടി വഴി ഒരുക്കിയിട്ടിരിക്കുക. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു ക്രിസ്തു നിന്നെ ഇഷ്ടപ്പെടുന്നു. മാതാവോ പിതാവോ ഭാര്യയോ ഭർത്താവോ വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന നസറായൻ ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. നിനക്ക് വേണ്ടി വഴിയൊരുക്കിയിട്ടിട്ടുണ്ട്. 5 പൈസ മുടക്കണ്ട, അര കാശ് മുടക്കണ്ട, മെഴുകുതിരി കൊടുക്കണ്ട, എണ്ണ കൊടുക്കണ്ട, അവൻ മണിയും കിണിയും ഒന്നും കൊടുക്കണ്ട. ഏത്തക്കൊലം വേണ്ട, കോഴിയും വേണ്ട, ആടും വേണ്ട, താറാവും വേണ്ട, നിന്റെ അരിയും വേണ്ട, മലരും വേണ്ട, ഒന്നും വേണ്ട. നീ പ്രത്യാശയോടെ അനുതാപത്തോടെ വന്നാ മതി. നിനക്ക് വേണ്ടി വഴിയൊരുക്കി. ഏത് വ്യക്തിക്കും ഈ വഴിയിൽ കൂടെ വരാ. ഇത് മുസൽമാനെന്നോ ഹൈന്ദവനെന്നോ അക്രൈസ്തവനെന്നോ നിരീശ്വരവാദികളെന്നോ ബുദ്ധനെന്നോ ജൈനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണ്ഡിതനെന്നോ ബ്രാഹ്മണനെന്നോ കുചേലനെന്നോ കുബേരനെന്നൊന്നും വ്യത്യാസമില്ല. ആർക്കും വരാൻ വേണ്ടിയാ ഈ വഴി ഒരുക്കിയിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഈ വഴിയിൽ കൂടി നീ അടുത്തു വാ. 3 കാര്യം ചൂണ്ടിക്കാണിച്ചാ വിളിക്കുന്നത്. 1, യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴിയൊരുക്കി വാ. 2, അവിടുത്തെ പരിശുദ്ധ രക്തമുണ്ട് ഇവിടെ. നിർമ്മല രക്തം, വിലയേറിയ രക്തം, ഹാബേലിൻ്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഈ രക്തത്തിൻ്റെ വിശേഷത എത്ര കടും ചുമപ്പായ പാപങ്ങളാണെങ്കിലും ഹിമം പോലെ വെളുപ്പിക്കും. എത്ര രക്താംബരം പോലെ ഇരുന്നാൽ പഞ്ഞി പോലെ വെളുപ്പിക്കുവാൻ പര്യാപ്തമായ പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തം പാപം മോചിക്കും, രോഗം സൗഖ്യമാക്കും, സമാധാനം തരും, നിന്നെ രക്ഷിക്കും, നിന്നെ വിടുവിക്കും. അതുകൊണ്ട് പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ അടുത്ത് വാ. 3, നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും അവിടുന്ന് പക്ഷപാതം ചെയ്യുക. പക്ഷപാതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പക്ഷം പിടിച്ച് വാദിക. അതാ പക്ഷപാതം. താതൻ സന്നിധിയിലൻ പേർക്കു സദാ പക്ഷപാതം ചെയ്യുന്ന ജീവനാഥാ പക്ഷപാതം ചെയ്യുന്ന ജീവനാഥ. രാത്രി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല കർത്താവ് സ്വർഗത്തിലുണ്ട്. പക്ഷപാതം എന്താ? വാക്കിൻ്റെ അർത്ഥം പക്ഷം പിടിച്ച് വാദിക്കുക. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. അതെന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നേ? എന്തിനാ ഉഞ്ച? സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആര് പക്ഷപാതം ചെയ്യുന്നു? യേശു ക്രിസ്തു. എവിടെ? സ്വർഗത്തിൽ. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. എന്തിനു വാദിക്കുന്നുവെന്ന് ചോദിച്ചാൽ നമുക്കെതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട്. അതാ വെളിപ്പാട് പുസ്തകമൊക്കെ പറഞ്ഞേ, നിരന്തര അപവാദം പറയുന്ന അപവാദി. എനിക്ക് നിങ്ങൾക്കുമെതിരെ അവൻ അവിടെ അപവാദം പറഞ്ഞ് വാദിക്കുമ്പോൾ എൻ്റെയും നിന്നെയും പക്ഷം പിടിച്ച് വാദിക്കാൻ നമുക്ക് വേണ്ടി ഒരുവനുണ്ട്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ധൈര്യത്തോടെ അടുത്തു വാ, നിരാശപ്പെട്ടു പോകരുത്. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവത്തിന് മഹത്വം. ദൈവദാസൻ എന്നോട് പറഞ്ഞേ 9 മണിക്ക് നിർത്തണമെന്ന്. ഒരല്പം മുൻപോട്ട് പോയി. ഇന്ന് തുടക്കമല്ലേ, ഇടയ്ക്ക് മൈക്കും പൊട്ടും പുടപ്പും ഒക്കെ വന്നതല്ലേ, തന്നെ ഇച്ചിരി നേരമൊക്കെ ഇതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നാ അല്ല ഞാൻ എടുക്കും. അപ്പൊ ശ്രദ്ധിക്കുക, 2 കാരണത്താൽ ഇവരകന്നുപോയി. 1, ശുദ്ധ ഹൃദയമില്ല, നല്ല മനസാക്ഷിയില്ല, അകന്നുപോയി. അകന്നുപോയവരതിലെ പോട്ടെ എന്നല്ല ദൈവത്തിൻ്റെ തിരുഹിതം. അടുത്തു വരണം. അടുത്തു വരാൻ മടിയും അറച്ചു നിൽക്കുന്നവരോട് പറയാം, മടിക്കണ്ട, അറക്കണ്ട. കാരണം 1, ദേഹമെന്ന തിരശീല ചീന്തി ഒരു പുത്തൻ വഴി ഒരുക്കിയിട്ടുണ്ട്. വാ.
2, സകല പാപങ്ങളും പരിഹരിക്കുന്ന പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. അടുത്തു വാ. 3, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ വാ. പിന്നെ അടുത്ത് വരുന്നവരോട് ഒരു കാര്യത്തോടെ പറഞ്ഞു, 2 വിധത്തിലെ ശുദ്ധീകരണ പ്രക്രിയ നടക്കണം. അതവിടെ എഴുതിയിട്ടുണ്ട് കണ്ണികയിൽ. അത് 2 ശുദ്ധീകരണം. 1 ആന്തരിക ശുദ്ധീകരണവും 2 ബാഹ്യ ശുദ്ധീകരണവും. അതിന് 2നും വാക്യമുണ്ട് അവിടെ. ഹൃദയങ്ങളിൽ തളിക്കണം. അങ്ങനെ ഒരു പദമില്ലേ മോളെ? ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടു. മതി. ഹൃദയങ്ങളിൽ. അപ്പൊ ഹൃദയം അകത്താ. അല്ലാതെ കുരങ്ങൻ പറഞ്ഞതുപോലെ അല്ലല്ലോ. പുഴയുടെ നടുക്ക് വന്നപ്പം മുതല പറഞ്ഞു ഭാര്യയ്ക്ക് ഹൃദയം വേണം. കുരങ്ങനല്ലേ അയ്യോ എന്നാ പിന്നെ നേരത്തെ പറയണ്ടേ. അതിന് ഞാൻ വെളിയിലോട്ട് പോകുമ്പോൾ അങ്ങനെ ഹൃദയം കൊണ്ടുപോകാം. അതിന് അതാ അത്തിമരത്തിൻ്റെ മേളിൽ വെച്ചിരിക്കുക. എന്നാ പിന്നെ വന്നപ്പം പറയണ്ട, നമുക്ക് തിരിച്ചു പോയി എടുത്തോണ്ട് വരാം. എന്നാൽ തിരിച്ചു വിടാൻ. അത്തയുടെ കടി നമ്മ കുരങ്ങൻ ചാടി മേളിൽ കയറി ഞാൻ പോകാൻ പറഞ്ഞു. അല്ല, ചിലരിപ്പോൾ അങ്ങനാ. ഹൃദയം അകത്താ. അപ്പോൾ ഹൃദയങ്ങളിൽ തളിക്കണം. അകത്തുള്ള ഹൃദയത്തിൽ തളിക്കണം. എന്ത് തളിക്കണമെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം. ഹൃദയത്തിനകത്തല്ലയോ തുച്ഛന്തയും പകയും പിണക്കവും കോപവും ഈർഷ്യയും പകയും ഇതെല്ലാം അകത്തല്ലേ? അത് പരിശുദ്ധ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടണം. അത് ആന്തരിക ശുദ്ധീകരണം. ഈ ഹൃദയത്തിനകത്ത് പകയൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. പകയും പിണക്കവും. ഹൃദയം നന്നാകണം. ഇത്രയും വലിപ്പമുള്ളൂ, പക്ഷെ എന്തെല്ലാം നാശക്കൊള്ളി. സയൻസൊക്കെ പറഞ്ഞ് ഇത്രയും വലിപ്പമുള്ള അങ്ങനെയല്ലേ ചായ. ഇത്ര ഉള്ളെന്നാ. ഏതാണ്ട് ഇടത്തെ ഭാഗത്തെങ്ങാണ്ട ചെറിയ ചരിവുണ്ടോ? 4 അറയുണ്ടെന്ന് അങ്ങനല്ലേ ഹേമ? 4 അറയല്ലേ മോളെ? എത്രയല്ലേ പഠിക്കുന്നത്? പഠിത്തമല്ല, നേഴ്സിംഗ്. അപ്പം കൃത്യം അറിയാം. എത്ര അറിയാ മോളെ? 4 അറിയാം. നല്ല ആരോഗ്യമുള്ള ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ തൂക്കത്തെ പറ്റി പറയുന്നത് 650 ഗ്രാം അല്ലെങ്കിൽ 700. 1 കിലോ ഉണ്ടോ മോളെ? അല്ല, ചിലരുടെ ഇരിപ്പ് കണ്ട ഒരു 5.5 കിലോ ഉണ്ടെന്നും പറഞ്ഞായിരിക്കുന്നത്. 650-700 ഗ്രാമൊക്കെ അധികം പോയാൽ ഇത്രയും വലിപ്പമുള്ളു. പക്ഷെ എന്തെല്ലാം നാശമായതിനകത്തിരിക്കും. എല്ലാറ്റിനേക്കാളും കപടമുള്ളതാ. അതാരാഞ്ഞറിയുന്നവൻ ദൈവമാ. അതുകൊണ്ട് ദൈവം ഈ ഹൃദയം സൃഷ്ടിച്ചപ്പോഴും വളരെ വിശേഷമായിട്ടാണ്. എൻ്റെ ഹൃദയത്തിരിക്കുന്ന നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങളുടെ ഹൃദയത്തിരിക്കുന്നത്. അങ്ങനെ അറിയാമായിരുന്നു ഇന്ന് ഈ യോഗം ഇത്രയും ഭംഗിയായിട്ട് ഇവിടെ നടക്കുകയല്ല. ഇരിക്കുന്ന കസേര എടുത്ത് മറ്റവൻ്റെ തലയടിച്ച്. കാരണം നിൽക്കുന്നവൻ്റെ ഹൃദയത്തിരിക്കുക നമ്മൾ ചിന്തിക്കുക വന്ന് ഇരിക്കുക എൻ്റെ അടുക്ക. ഇത് അവൻ അറിയുകയാണല്ലോ. അവൻ ദൈവം സൃഷ്ടിച്ചപ്പോഴും നല്ല ഭംഗിയായിട്ടാണ് ഒരു കുഞ്ഞുങ്ങൾക്ക് പിടിക്കുക. പക്ഷെ ഇതെല്ലാം അറിയുന്നവനാ ദൈവം. ഈ ഹൃദയത്തിനകത്ത് ആവശ്യമില്ലാത്തതെല്ലാം ഇരിപ്പുണ്ട്. ഞാൻ ദൈവമക്കളോട് പറയാം, പകയൊന്നും വെച്ചോണ്ട് ദൈവത്തെ ആരാധിക്കരുത്. അയലത്തുകാരോട് പിണങ്ങരുത്. ഇത് അയലത്തുകാരനുമായിട്ട് വഴക്കുണ്ടാക്കി വെച്ച് 5:30 കുർബാനയ്ക്ക് പള്ളി, 10 മണിയാകുമ്പം ബന്ധിക്കോസിൽ, 9:30 ആകുമ്പം ബ്രദറൻ കാളിൽ, 9:45 മാർത്തോമായിൽ. എന്തിനിങ്ങനെ പോകുന്നു? നാളൊരാൾ പറഞ്ഞു കൊയറിലുണ്ടെന്ന്. കൊയറാന്ന്. അപ്പുറത്തുകാരനുമായിട്ട് മിണ്ടുകയല്ല. ആരോടും പിണങ്ങരുത് കേട്ടോ. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഹൃദയത്തിനകത്ത് പകയും ഉണ്ടാകരുത്, വിദ്വേഷവും ഉണ്ടാകരുത്. ഹൃദയം നിർമ്മലീകരണമായിരിക്കണം. നിർമ്മല രക്തത്താൽ തളിക്കപ്പെടണം. അപ്പോൾ 2 കാരണത്താൽ ശുദ്ധീകരണം. 1 ആന്തരിക ശുദ്ധീകരണം, ഹൃദയങ്ങളിൽ തളിക്കണം അടുത്തു വരുന്നവര്. 2 ബാഹ്യ ശുദ്ധീകരണം. ബാഹ്യ ശുദ്ധീകരണത്തിൻ്റെ വാച്ച നോക്കിയിട്ട് കൃത്യമാകുന്നില്ലയോ? ഇപ്പം ഞാൻ സൂക്ഷിച്ചു, സൂചി ഓടുന്നുണ്ടല്ലോ. ഭാഗ്യശുദ്ധീകരണത്തിന്റെ വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെടണം. ആന്തരിക ശുദ്ധീകരണമാണ് ഹൃദയങ്ങളിൽ തളിക്കുന്നത് അകത്ത്. ഭാഗ്യശുദ്ധീകരണം ശുദ്ധവെള്ളത്താൽ ശരീരം എന്ന് പറഞ്ഞാൽ വേർപാടാ. ഭാഗ്യശുദ്ധീകരണം ശുദ്ധവെള്ളമെന്ന് അവിടെ വിവക്ഷിക്കുന്നത് ദൈവത്തിന്റെ വചനമാ. വെള്ളം. അതിലെ നമ്മൾ പാടുന്ന ഒരു പാട്ടിൻ്റെ വരിക്കകത്ത് അർത്ഥമുണ്ടല്ലോ. പോഷിപ്പിക്ക പത്യവചനമം
ക്ഷീരത്താൽ നിർമ്മല തോയം നിത്യം കുടിപ്പിച്ച നിർമ്മല തോയം നിത്യം കൂടി. അപ്പൊ ശ്രദ്ധിക്കുക, നിർമ്മല തോയം, തോയം വെള്ളം, തോയം സലിലം ജലം, ഇതെല്ലാം വെള്ളത്തിന്റെ പര്യായമാണ്. അപ്പൊ നിർമ്മല തോയം, അതാ അവിടെ കൊടുത്തിരിക്കുന്ന പ്രയോഗം, ശുദ്ധവെള്ളത്താൽ. ആ തോയമെന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് മായമില്ലാത്ത വചനം, നിർമ്മല വചനം, കൂട്ടുചേർക്കാത്ത വചനം, ഇതിനകത്ത് മായപ്പൊടി ഒന്നും വിടാത്ത വചനം എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് വരുമ്പോൾ ഒന്ന് ആന്തരിക ശുദ്ധീകരണം ഉണ്ടായിരിക്കണം, രണ്ട് ബാഹ്യ ശുദ്ധീകരണം. ലോകക്കാരെ പോലെ മറ്റുള്ളവരെ പോലെ നടക്കാനും എടുക്കാനും കൂടാനും ആടാനും പാടാനും ചാടാനും നമുക്ക് പ്രമാണമില്ല. ഇത് വേർപാടിന്റെ ഉപദേശമാ. ദൈവത്തോടും ദൈവസഭയോടും കർത്താവിനോട് അടുത്തു വരുന്ന ദൈവമക്കൾ വേർപാട് പാലിക്കണം. ഞാൻ എൻ്റെ വാക്ക് നിർത്തുക. ഇന്ന് രാത്രി അകന്ന് നിൽക്കുന്നവരെ അവൻ അകന്ന് നിൽക്കരുത്. രണ്ട് കാരണത്താൽ അകന്നു പോയി. ശുദ്ധഹൃദയവും നിർമ്മല മനസാക്ഷി ഇല്ലാത്തത് കൊണ്ട് അവരോട് പറയാ, അടുത്തു വാ. 3 കാര്യം കാണിച്ചു വെച്ച് വിളിച്ചു. 1, ദേഹമെന്ന തിരശീല ചിന്തി വഴിയൊരുക്കിയിട്ടുണ്ട്. 2, പരിശുദ്ധ രക്തം ഇവിടെ ഉണ്ട്. 3, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് അടുത്തു വാ. അടുത്ത് വന്നവരോട് പറയുക, ആമേൻ, 2 വിധത്തിൽ ശുദ്ധീകരണം. 1 ആന്തരിക ശുദ്ധീകരണം, 2 ബാഹ്യ ശുദ്ധീകരണം. അങ്ങനെ അടുത്ത് വരുന്നവരോട് ആമേൻ എബ്രായ ലേഖനത്തിൽ പറയുക, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും പ്രത്യക്ഷപ്പെടും. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് ആമൻ വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. പ്രത്യാശയുള്ളവർ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ, എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആ പഴയ പാട്ടിന്റെ 2 ചരണം എഴുന്നേറ്റ് നിന്ന് പാടാൻ പറയുന്നതിൽ ഇരുന്നോണ്ട് പാടിയാ മതി. ഒടുവിൽ എഴുന്നേൽപ്പിക്കുക. ഇപ്പൊ 2 ശീലം ഇരുന്നോണ്ട് പാടാം. എന്നു വരും, എപ്പോൾ വരും, പോയതുപോലെ മണവാളൻ. എന്നു വരും, എപ്പോൾ വരും, പോയതുപോലെ മണവാളൻ. പോയതുപോലെ വെണ്ണയുള്ള മണവാളൻ വേറാരുമില്ല. ഇതുപോലെ വെണ്ണയുള്ള മണവാളൻ വേറാരുമില്ല. ഓ പതിനായിരം ഓ പേർകളിൽ അതിശ്രേഷ്ഠ മണവാളനേ. 10,000 പേർകളിൽ അതിശ്രേഷ്ഠ മണവാളനേ. എന്നു വരും, ഓ എപ്പോൾ വരും, പോയതുപോലെ ആമേൻ. എന്നു വരും, ഓ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. വരും, പോയതുപോലെ മണവാളൻ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് രാത്രി ഇവിടെ വന്ന് ദൈവത്തിന്റെ വചനം പറയുവാൻ ദൈവം കൃപ നൽകി ഈ ശുശ്രൂഷയ്ക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവര്, കർത്താവിൻ്റെ ദാസൻ, ഈ ഭവനത്തിലുള്ളവർ, ചുമതലപ്പെട്ടവര്, വിശേഷിച്ച് ഇന്ത്യ ദൈവസഭയുടെ കുമ്പനാട് സെൻറ്ററിന് ചുമതല വഹിക്കുന്ന ബഹുമാന്യകർത്തദാസൻ എബ്രഹാം മാത്യു അവർകൾ, മറ്റ് ദൈവദാസന്മാർ, ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാ ബഹുമാന്യ ദൈവദാസന്മാർ, പിതാക്കൾ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഗായസംഘം, ഓൺലൈനിലുള്ളവർ, എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വീണ്ടും ചോദിക്കുന്നു. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ആവതുള്ളവർ, തീരെ ക്ഷീണിതരോ വയ്യാത്തവർ അവിടെ ഇരുന്നാൽ മതി. ആ കരങ്ങളൊന്ന് വീശി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കരങ്ങൾ വീശി
പാർക്കും നമ്മളെല്ലാം ഓ നാം എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.